الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين التأني من الله والعاجلة من الشيطان صدق شفيعنا رسول الله صلى الله عليه وسلم فاعمل لنفسك من قبل الممات ولا تعجل وتكسل فإن المرء جهاد لا ينفع العبد إلا ما يقدمه فبادر الفوت واصطد قبل تصطاد والموت للمؤمن اللواب تحفته وفيه كل الذي يبغي ويرتاد لقى الكريم تعالى مجده وسما مع النعيم الذي ما فيه أنكاد فضل من الله إحسان ومرحمة فالفضل لله كالآزال أباد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സമാദരണീയരായ ഉസ്താദുമാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും ആ ഖുർആൻ നൽകുന്ന വഴിയും ഖുർആനിൻ്റെ സുവിശേഷവും ഇന്നലെ നാം പറഞ്ഞു വച്ചു. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യരോട് അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിലായി ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ മനുഷ്യന് പ്രകൃതിപരമായ അല്ലെങ്കിൽ ജന്മനാപരമായി ഉള്ള ഒരു സ്വഭാവം കാരണം ഒരുപാട് നന്മകൾ അവന് മുടക്കം വരികയും തിന്മകൾ അവൻ്റെ ചോദ്യം കാരണം
വന്നുകൂടുകയും ചെയ്യുന്നു. ആ മനുഷ്യന്റെ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് 11-ാം സൂക്തത്തിൽ. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ. മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ബിശ്ശർരി, ദോഷം കൊണ്ട്, തിന്മ കൊണ്ട്, നാശം കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ദുആഅഹു ബിൽ ഖൈർ, നന്മ കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും പോലെ തിന്മ കൊണ്ടും മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ഇത് സർവ്വസാധാരണമായി നമ്മിൽ പലരിലും കണ്ടുവരുന്ന ഒരു ദുരവസ്ഥയാണ്. ദേഷ്യപ്പെടുമ്പോൾ സ്വന്തത്തിനെതിരെ, കുടുംബത്തിനെതിരെ, മക്കൾക്കെതിരെ, സമ്പത്തിനെതിരെ മനുഷ്യൻ പ്രാർത്ഥന നടത്തുന്നു. നന്മ കൊണ്ട് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥന നടത്തുന്നു. ആഫിയത്തിന് വേണ്ടി, റിസ്ഖിന് വേണ്ടി, അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി മനുഷ്യൻ പ്രാർത്ഥിക്കും പോലെ ശാപവാക്കുകൾ കൊണ്ട് അവൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനക്കെങ്ങാനും അല്ലാഹു തആല ഉത്തരം ചെയ്തിരുന്നെങ്കിൽ മനുഷ്യന്റെ നാശം അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കാനും ദോഷം വലിച്ചുകൂട്ടാനും ഉള്ള കാരണം വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ പൊതുവെ തിടുക്കം കൂട്ടുന്നവനായിരിക്കും. ഏത് കാര്യങ്ങൾക്കും ചിന്തിക്കാതെ, ഭവിഷ്യത്തുകളെപ്പറ്റി ആലോചിക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് വരും അങ്ങനെ ചോദിച്ചാൽ എന്ന് മനസ്സിലാക്കാതെ അവന്റെ ആ ധൃതി കൊണ്ട് വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ അവൻ എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിനെതിരാണ് അൽ മുഅ്മിനു വഖാഫുൻ വൽ മുനാഫിഖു വസ്സാബ്. ഈമാനുള്ള മനുഷ്യൻ വഖാഫാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. വാക്കിലും പ്രവൃത്തിയിലൊക്കെ അങ്ങനെ തന്നെ. എടുത്തു ചാടിയിട്ട് ഒരു രംഗവും അവൻ വഷളാക്കുകയില്ല. നല്ലവണ്ണം ചിന്തിച്ചാൽ ഒരു പക്ഷേ പറയാൻ തോന്നുന്ന പലതും പറയണ്ട എന്ന് വരും. ചെയ്യാൻ ഉദ്ദേശിച്ച് മുന്നിട്ടിറങ്ങിയ കാര്യം അത്ര സുഖകരമല്ല എന്ന് കരുതി പിന്തിരിയും. അതേ സമയത്ത് വൽ മുനാഫിഖു വസ്സാബുൻ, ഈമാനില്ലാത്ത കപടൻ മുനാഫിഖ്, അവൻ എടുത്തു ചാടുന്നവൻ. ഏത് കാര്യത്തിലേക്കും എടുത്തു ചാടി ഒരു പക്ഷേ മോശപ്പെട്ട അവസ്ഥ സൃഷ്ടിക്കും. കുറെ കഴിഞ്ഞിട്ട് അവൻ പറയും അത് വേണ്ടില്ലായിരുന്നു, ഇത് വേണ്ടില്ലായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കൽ, മക്കളെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഫഖിഫൂ ലഹു സഅ, കുറച്ചു നേരം ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ കുറച്ചു നേരം ചിന്തിച്ചിരുന്നെങ്കിൽ ലം യകുൻ അസ്വാബനി മാ അസ്വാബനി, എനിക്ക് സംഭവിച്ച ഒന്ന് സംഭവിക്കില്ലായിരുന്നു. എന്നോട് പെട്ടെന്ന് ഒരു ദുർബോധനം, അതും നല്ല ഭാഗത്തിലൂടെയുള്ള ഒരു ദുർബോധനം നടത്തിയപ്പോ
പെട്ടെന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ലാ, എന്നും സുഖമായി അവിടെ താമസിക്കാനും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത നല്ല അധികാരത്തിനും പറ്റിയ ഒരു മരം അതിവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ആ അറിയിപ്പ് എന്തിനാകുമെന്ന് ചിന്തിക്കാതെ ആ ഒരു നല്ല മോഹമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. ഞാൻ കുറച്ചു നേരം അങ്ങനെ നിന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് സംഭവിച്ചത് സംഭവിക്കില്ലായിരുന്നു. പെട്ടെന്ന് ആ താല്പര്യത്തിലേക്ക് അവൻ വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭൂമിയിൽ വരേണ്ടി വന്നു, ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് വരേണ്ടി വന്നു. അപ്പൊ കാര്യങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് വേണം ചെയ്യാൻ. ഇത് ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും. നന്മ പ്രാർത്ഥിക്കും പോലെ തിന്മക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരിക്കലും പ്രതികൂലമായി അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ ദേഷ്യം വരുമ്പോ, സ്വഭാവം മോശമാകുമ്പോ, വകതിരിവൊക്കെ നഷ്ടപ്പെട്ട് പെട്ടെന്ന് എടുത്തു ചാടി പ്രാർത്ഥിക്കും. പക്ഷെ അല്ലാഹു തആലാന്റെ റഹ്മത്തുള്ളത് കൊണ്ടാണ് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തത്. അതെങ്ങാനും ഉത്തരം കിട്ടുന്ന സമയത്ത് അങ്ങനെ ആയിപ്പോയി എങ്കിൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ചില മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, മക്കൾക്കെതിരെ അവർ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ ആളുകളോടും പറയട്ടെ, എത്ര പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ച മകനാണെങ്കിലും അനുകൂലമായിട്ടേ പ്രാർത്ഥിക്കാവൂ. അതിന് കഴിവാർജിക്കണം. അങ്ങനെ ചെയ്തില്ല ഉസ്താദ്, എങ്ങനെ ചെയ്തില്ല, ഒക്കെ ചെയ്തു ശരിയാവും. പക്ഷെ ചിന്തിക്കേണ്ടത് ആരാ ചെയ്തത്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അല്ലാഹു തആല അതങ്ങ് സ്വീകരിച്ചോട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് എത്ര പ്രതികൂല സാഹചര്യത്തിൽ പ്രവർത്തിച്ച മകനാണെങ്കിലും മകളാണെങ്കിലും മരുമകനാണെങ്കിലും മരുമകളാണെങ്കിലും ഒക്കെ പ്രാർത്ഥന വരേണ്ടത് അനുകൂലമായിട്ട്. എന്നിട്ടൊരു പണ്ഡിതൻ അവിടെ തഫ്സീർ പറഞ്ഞു, കസീറമ്മാ നസ്മഉ ഉമ്മൻ തദ്ഉ അലാ വലദിഹാ, എത്രയോ മാതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം ചെയ്തിരുന്നെങ്കിൽ ലകാനത്ത് ഖാസിമത്തുൽ ലഹരി ലഹാ, അല്ലാഹു ചോദിച്ചതുപോലെ അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ആ മാതാവിന്റെ മുതുക് ഒടിയുമായിരുന്നു. കാരണം ദുരന്ത ജീവിതമായിരിക്കും പിന്നെ കാണേണ്ടി വരും. ഇതെങ്ങനെ വരുത്തി വെച്ചത്? പിന്നെ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നത് എന്താ അതിന്റെ കാരണം, ഇങ്ങനെ വരാനുള്ള കാരണം എന്താ, എൻ്റെ കുട്ടിക്ക് എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ, അവന്റെ കച്ചവടം 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം മുടക്കിയിട്ടു എന്തേ കരുപിടിക്കാഞ്ഞത്? ഒന്നുമല്ല, നേരത്തെ എന്തോ ഒരു കാശ് ചോദിച്ച സമയത്ത് അവൻ കൊടുത്തില്ല. അപ്പൊ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ ഒറ്റ പറച്ചിൽ, നീ എന്ത് തുടങ്ങിയാലും അത് കുറ്റം പിടിക്കില്ല, നീ എന്ത് തുടങ്ങിയാലും ശരി അത് കുറ്റം പിടിക്കൂല. എത്ര ആളുകളാ പറയല്? ആരാ ഗൗരവത്തോടെ കാണല്? പിന്നെ അയാൾ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റല്ല, കടബാധ്യതനായി മാറുകയാണ്. പിന്നെ വേറെ വഴിക്കാണ് ചിന്തിക്കുന്നത്. ഏത് വേറെ വഴി? ആരെങ്കിലും സിഹ്ർ ചെയ്തോ, ആരെങ്കിലും കണ്ണേറോ വല്ലതും പറ്റിച്ചോ? ഒന്നുമല്ല, അവനവന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും വായിൽ നിന്ന് വന്ന ഷർറ് കൊണ്ടുള്ള പ്രാർത്ഥന. യദ്ഉൽ ഇൻസാനു ബിശ്ശർരി ദുആഹു ബിൽ ഖൈർ. നമ്മൾ ആ ആയത്തിനെ പറ്റി ശരിക്കും ചിന്തിക്കണം. നന്മ കൊണ്ട് പ്രാർത്ഥിക്കും പോലെ കേടുകൊണ്ടും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാല് ശരിക്കും മനസ്സറിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന. സംഭവിക്കണം എന്ന നല്ല ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് പ്രാർത്ഥന.
കുടുങ്ങണം. അപ്പൊ ആ പ്രാർത്ഥന കൊണ്ട് പിന്നീട് ഉണ്ടായിത്തീരുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒഴിയാബാധയായി അങ്ങനെ തന്നെ തുടരുകയാണ്. അങ്ങനെ തന്നെ നരകിച്ചൊരു ജീവിതം നയിക്കുകയാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും യേശുന്നില്ല, എവിടേക്കും എത്തുന്നില്ല. മക്കൾക്കെതിരെ, സമ്പത്തിനെതിരെ അല്ലാഹുത്തആലാന്റെ റഹ്മത്ത് കൊണ്ടാണ് അല്ലാഹുത്തആല ഈ ഒരു ബുദ്ധിമോശത്തിന് നമുക്ക് ഉത്തരം ചെയ്യാത്തത്. നമ്മൾ ധൃതിയിൽ ചോദിക്കുന്ന കാര്യം അല്ലാഹു നടപ്പിലാക്കി തരാത്തത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിജാലഹും ബിൽ ഖൈരി ലഖുദിയ ഇലൈഹിം അജലുഹും. അല്ലാഹു തആല മനുഷ്യർക്ക് മോശം, കേട്, അത് പെട്ടെന്ന് ഖൈറ് കൊടുക്കും പോലെ അല്ലാഹു തആല അവർ ചോദിക്കുന്ന ഷർറ് അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ ലഖുദിയ ഇലൈഹിം അജലുഹും, അത് അവരുടെ അവസാനമാകും. അതോടുകൂടെ തീർന്നു, അവരുടെ ജീവിതം തന്നെ തീർന്നു, അത് അവരുടെ അന്ത്യമായി, പിന്നെ എടുക്കാനുണ്ടാകൂല. അതുകൊണ്ട് അല്ലാഹു തആല നീ ചോദിച്ച ഷർറ് നിനക്ക് തരാത്തത്, റബ്ബ് തആല ഉത്തരം ചെയ്യാത്തതിന്റെ പിന്നിൽ അല്ലാഹുവിന് വലിയ തത്വം അതിന്റെ പിന്നിലുണ്ട്. ദുരന്തം വരണ്ടാന്ന് കരുതിയിട്ടാണ് അല്ലാഹു തആല ഉത്തരം ചെയ്യാത്തത് എന്നതുപോലെ മനുഷ്യ നീ മനസ്സിലാക്കണം, നന്മ ചോദിച്ചിട്ടും ഒരു പക്ഷേ നിനക്ക് അല്ലാഹു തആല തരാത്തതിന്റെ പിന്നിൽ വേറെ എന്തോ തത്വമുണ്ട്. പക്ഷെ മനുഷ്യന് ധൃതിയാണ്, ചോദിച്ചിട്ട് എന്താ കിട്ടാത്തത് എന്നുള്ള ധൃതിയാണ്. മുഅ്മിനായ മനുഷ്യൻ ദ്വാരന്ന് എത്ര ദ്വാരന്നാലും ഉത്തരം കിട്ടുന്നില്ല എന്നൊരു പരാതി പറയരുത്. ഒരുപക്ഷെ ഉത്തരം നൽകുന്നതിനേക്കാളും വലുത് അല്ലാഹു തആല നിനക്ക് തീരുമാനിച്ചിട്ടുണ്ടാകും. വലുത് അതിന്റെ സമയമാകും വരെ നിന്നെ ഒരുപക്ഷെ അല്ലാഹു തആല പിന്തിപ്പിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നിനക്കറിയൂല, നീ ചോദിക്കുന്ന ആ നന്മ നിനക്ക് തന്നാൽ അതിന്റെ പിന്നിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വൻ ദുരന്തമുണ്ട്. അത് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹു തരാത്തത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ കഴിയണ്ടേ, അങ്ങനെ ആലോചിക്കാൻ കഴിയണ്ടേ? എന്താണിപ്പോ ഞാൻ ചോദിച്ചിട്ട് എന്താ എനിക്ക് വേണ്ടതുപോലെ ഉത്തരം കിട്ടാത്തത്? ഷർത്തും ഫർളൊക്കെ പാലിച്ചിട്ടുണ്ടല്ലോ, എല്ലാം പാലിച്ചിട്ടുണ്ടല്ലോ. തിന്മ ദുആ ചെയ്തിട്ട്, കേട് ദുആ ചെയ്തിട്ട് അല്ലാഹു തരാത്തതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ടെങ്കിൽ, നന്മ ചോദിച്ചിട്ട് തരാത്തതിന്റെ പിന്നിലും അല്ലാഹു തആലാക്ക് വലിയ തത്വമുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരേ അളവിൽ നീ തുല്യപ്പെടുത്തണം. ഖൈർ കൊണ്ടുള്ള നിന്റെ ദുആയിൽ അല്ലാഹുവിന്റെ തീരുമാനം കൊണ്ട് നീ തൃപ്തിപ്പെടണം. നീ അല്ലാഹു തആലാനോട് മോശപ്പെട്ടത് ചോദിച്ചപ്പോൾ നിന്റെ ദുആക്ക് ഉത്തരം ചെയ്യാതെ ചോദിച്ച ഇടങ്ങേറ് അല്ലാഹു തആല മാറ്റി തന്നതുപോലെ നീ ചോദിച്ച ഖൈറും അല്ലാഹു തആല മാറ്റിവെച്ചതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ തീരുമാനത്തെ തൃപ്തിപ്പെടണം. എത്ര ചോദിച്ചു ഉസ്താദേ, പക്ഷെ നടന്നില്ല, വല്ല ഖൈറുണ്ടാകും. ആ ഖൈർ തൃപ്തിപ്പെടും. ഒരുപക്ഷെ ആ ഖൈർ നിനക്ക് ഇവിടെയല്ല, മറ്റൊരു ലോകത്തേക്ക് അല്ലാഹു തആല പിന്തിപ്പിച്ചിട്ടുണ്ടാകും. എന്താ ഇവിടെ തന്നെ തന്ന ഒരു പക്ഷേ നീ അതിലൂടെ മുന്നോട്ട് നീങ്ങിയിട്ട് ഇപ്പോഴുള്ള ഈമാനികമായ അവസ്ഥയിൽ നിന്ന് വരെ നീ ഒരു പക്ഷേ പിന്മാറിയേക്കും. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുമ്പോൾ ഒരേ ഉത്തരമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന ഒരു സ്വഹാബി സമ്പത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങനെ വേണം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ? അതെന്താ? നിങ്ങളെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയാൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ഇഖ്ലാസും ഈമാനൊന്നും സൂക്ഷിച്ചു കൊണ്ടു നടക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഖൈർ ഏതാണ്? ഇപ്പോൾ അല്ലാഹു തആല ഈ തന്ന മതിയാകുന്ന ഈ നല്ല അവസ്ഥ തന്നെ. പിന്നെയും വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദുആർന്നു കൊടുത്തു. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു, ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു. പക്ഷേ
വിപരീത ഫലമാണ് ഉണ്ടായത്. എല്ലാവർക്കും ഒരുപോലെയല്ല. അത് ആ ഒരു രൂപത്തിൽ ആ കാര്യം മനസ്സിലാക്കണം. സത്യനിഷേധികൾ അവരുടെ സ്വന്തം ശരീരത്തിനെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ചില ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന നടത്തിയ ആള് നളർ ഇബ്നുൽ ഹാരിസ് ആണെന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഇറക്കുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവി ഇതിനാ ബിഅദാബിൻ അലീം. എന്താ ദുആയിരുന്നത്? അല്ലാഹുവേ, ഈ ഇറക്കിയത് നിന്റെ ഭാഗത്തു നിന്നുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ് എങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ഞങ്ങൾക്ക് മേൽ നീ കൽമഴ വർഷിപ്പിക്കണം. ചോദിക്കുന്നത് നല്ല സുഖമുള്ള ചോദ്യമല്ല. അവി ഇത്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ ഞങ്ങൾക്ക് നീ തരണം. ചോദിക്കുന്നത് ഷർറാണ്, ഖൈറല്ല. അവർ ചോദിക്കേണ്ടത് ബുദ്ധിയുള്ളവരാണെങ്കിൽ, ഇത് സത്യത്തിൽ ചോദ്യം വിഡ്ഢി ചോദ്യമാണ്, വിഡ്ഢിത്തമാണ്. ബുദ്ധിയുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടതെങ്കിൽ എന്തു പറയണം? പടച്ചോനെ, ഇത് ഹക്കാണെങ്കിൽ ഞങ്ങളെ നീ ഇതിലേക്ക് ചേർത്ത് തരണം എന്നാണ് അവർ ചോദിക്കേണ്ടത്. ഈ ഖുർആൻ നീ ഇറക്കിയ ഈ ഖുർആൻ സത്യമാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ ഞങ്ങളെ നീ അതിലേക്ക് ചേർത്ത് തരണം. പക്ഷെ അവർ ചോദിച്ചത് അങ്ങനെയല്ല. ആ ചോദ്യത്തിന് എന്തേ ഉത്തരം കൊടുക്കാതിരുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനിച്ചുകൊണ്ടാണ്. തങ്ങളുള്ള സമയത്താണ് അവർ ഈ ചോദിക്കുന്നത്. അല്ലാഹു തആലക്ക് ശിക്ഷ ഇറക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഖുർആൻ സത്യമാണെങ്കിൽ അവർ ബോധ്യപ്പെടാൻ വേണ്ടി ചോദിച്ചത് കൽമയെ വർഷിപ്പിക്കണം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ തരണം. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഒരിക്കലും സ്വന്തം ശരീരത്തിന് പ്രതികൂലമായി പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ രോഗം ബാധിച്ച്, കലശലായ രോഗം ബാധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാള് എന്നെ നീ പെട്ടെന്ന് മരിപ്പിക്കണേ എന്ന് ദ്വാരക്കാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിലുദ്ദിൻ അസാബഹു. ജീവിക്കാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ട്, മക്കളെ കൊണ്ട് ഇടങ്ങേറ്, അല്ലെങ്കിൽ കുടുംബക്കാരെ കൊണ്ട് ബുദ്ധിമുട്ട്, അയൽക്കാരെ കൊണ്ട് ബുദ്ധിമുട്ട്, നാട്ടുകാരെ കൊണ്ട് ബുദ്ധിമുട്ട്. എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതിൽ പ്രതിയായൊരു പക്ഷേ ഇയാളെ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇയാളെ പേര് വന്നു. സംഭവിച്ച തനിക്ക് വന്നെത്തിയ എന്തോ ഒരു വിഷമത്തിന് മരണം ആഗ്രഹിക്കരുത്. നീ പെട്ടെന്ന് മരിപ്പിച്ചുണ്ടാകുന്നു ഏർക്കരുത്. ഫൈൻകാന ലാ ബുദ്ദ ഫായിലൻ, ദ്വാരന്നേ പറ്റൂ എങ്കിൽ ഫല്യഖുൽ, അവൻ ദ്വാരക്കേണ്ടത് അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. അല്ലാഹുവേ, ജീവിതം എനിക്ക് ഖൈറാകുന്ന, അനുകൂലമാകുന്ന കാലത്തൊക്കെ എന്നെ നീ ജീവിപ്പിക്കണം. മരണം എനിക്ക് ഖൈറാകുമ്പോൾ നീ എന്നെ മരിപ്പിക്കണം. അങ്ങനെ ദ്വാരക്കേണ്ടത്. രോഗം വന്നിട്ട് അങ്ങേ അറ്റത്തെ അവസ്ഥയിലെത്തിയാലും സ്വന്തം ശരീരത്തിന് പ്രതികൂലമായിട്ട് ദ്വാരക്കാൻ പാടില്ല. മാതാപിതാക്കൾ, കുടുംബങ്ങൾ, മക്കളെ കൊണ്ട് അങ്ങേ അറ്റത്തെ വിഷമങ്ങൾ അനുഭവിച്ചാലും ശരി, അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിന് എതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പിന്നെന്താണ്? അനുകൂലമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അനുകൂലമായിട്ട് പ്രാർത്ഥിക്കണം. ഖൈർ കൊണ്ട് ദ്വാരക്കണം. പേടിന്റെ ഊക്കുകൊണ്ട്, ധൃതി കൊണ്ടല്ല, ആഖിറത്തിലുള്ള പേടിന്റെ ഊക്കുകൊണ്ട്. ഒരു സ്വഹാബി അള്ളാഹുവിനോട് ദ്വാരുന്നു, പടച്ചോനെ, എനിക്ക് നീ പരലോകത്ത് വല്ല ശിക്ഷയും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീ ഇവിടെ തന്ന് നീ എന്നെ അവിടെ ഫ്രീ ആക്കി തരണമെന്ന്. നമ്മളാരും ദ്വാരക്കൂല അങ്ങനെ. പേടിന്റെ, അള്ളാഹുവോടുള്ള ഹൗഫിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ടൊരു സ്വഹാബി ദ്വാരുന്ന ദ്വായാണ്. അങ്ങനെ ആ സ്വഹാബിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ നീരും രക്തവും
പിൻഭാഗത്തുകൂടെ ഒലിച്ചങ്ങനെ പോകുന്ന അസഖ്യമായ വേദന അനുഭവിക്കുന്നു. ജമാഅത്തിന് സ്ഥിരം വരുന്ന സ്വഹാബിയെ കാണാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു. വീട്ടിലാന്ന് പറഞ്ഞപ്പോ പോയി കണ്ടു. എന്താ നിങ്ങൾ ഇങ്ങനെ ആകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു, പരലോകത്ത് എനിക്ക് വല്ലതും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നിട്ട് അവിടെ നീ എന്നെ ഒന്ന് സ്വസ്ഥമാക്കി തരണം, സ്വതന്ത്രമാക്കി തരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയണ്ടില്ലായിരുന്നു, ഞാനൊരു ദുആ പറഞ്ഞു തരാം, നിങ്ങൾ അത് ചൊല്ലിയാൽ മതി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് ചൊല്ലിയാൽ മതി. ഇങ്ങനെ ദ്വാരക്കണ്ടില്ലായിരുന്നു. സ്വന്തം ശരീരത്തിന് എതിരായി ദ്വാരക്കരുത്. വലാ അലാ അംവാലിക്കും, സമ്പത്തുകൾക്കെതിരായിട്ട് ദ്വാരക്കരുത്. സമ്പത്തിന് ബറക്കത്തിനാ ദ്വാരക്കേണ്ടത്, സമ്പത്തിനെതിരായിട്ട് ദ്വാരക്കരുത്. അള്ളാഹു നൽകിയതാണ് സമ്പത്ത്, ഔദാര്യമായി റബ്ബ് തന്നതാണ്, അതിനെതിരെ ദ്വാരക്കരുത്. വലാ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതിന് കാരണമായിട്ട് ആ ഹദീസിന്റെ അവസാനം പറഞ്ഞത്, ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅ ഫീഹാ ഇജാബത്തുൻ ഫയസ്തജീബു ലക്കും. ഉത്തരം കിട്ടുന്ന ഒരു നേരത്ത് നിങ്ങളുടെ ഈ പ്രാർത്ഥന ഒത്തുവരരുത്. അങ്ങനെ വന്നാൽ ഉത്തരം ചെയ്യപ്പെടും. ഉത്തരം ചെയ്യപ്പെട്ട കുടുങ്ങി. അങ്ങനെ ചിന്തിക്കാതെ മനുഷ്യനങ്ങനെ ദ്വാരന്നാ കുടുങ്ങി. എന്തെങ്കിലുമൊക്കെ നാശങ്ങൾ വാക്കുകളിലോ പ്രവൃത്തികളിലോ മക്കളിൽ നിന്ന് അനുഭവിക്കുമ്പോൾ രക്ഷിതാക്കൾ നല്ല ക്ഷമ പാലിക്കും. ഭാര്യയിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഭർത്താവും, ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്നതിന് ഭാര്യയും ക്ഷമ പാലിക്കും. ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ, ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്നതല്ല ബുദ്ധി. അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകും എന്ന് പറയാൻ കാരണം എന്താ? ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതിനേക്കാൾ അപ്പുറം ഒരു വാക്ക് സ്വന്തം ഭാര്യ പറഞ്ഞു കൂട്ടിക്കോളും. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറച്ചിൽ വരും. കാരണം സൃഷ്ടിപ്പ് അങ്ങനെയാണ്. പുരുഷനെ സൃഷ്ടിച്ച അതേ ആകൃതിയിൽ പെണ്ണിനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ജീവിതത്തിനൊരു സൗന്ദര്യം ഉണ്ടാകൂല. ഒരു ഒതുക്കവും ഒരു അനുസരണവും ഒരു സ്നേഹവും ഈ രൂപത്തിൽ ഉണ്ടാകൂല. അപ്പൊ അല്ലാഹു തആല പടച്ച രൂപത്തിൽ അതിനനുസരിച്ച് നിന്നു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ എങ്ങനെയാ? ഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലാ, സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടത് വാരിയല്ലിൽ നിന്നാണ്. ആ വാരിയല്ലിൽ നിന്ന് ഏറ്റവും വളഞ്ഞതിന്റെ മുകളിലുള്ള വാരിയല്ല. നീ അത് നിവർത്താൻ വേണ്ടി, നേർക്കുനേരെയാക്കാൻ വേണ്ടി നീ ശ്രമിച്ചാൽ കസർത്തഹു, അതിനെ നീ പൊട്ടിക്കും. പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തൊലാഖിലേക്ക് എത്തും അർത്ഥം. അല്ല, ഇനി അത് അങ്ങനെ നിന്നോട്ടേന്ന് കരുതിയാലോ ലം യസൽ ആവജ, അത് കൂടുതൽ വളഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ വിട്ടുവീഴ്ചയും ക്ഷമയും സഹകരണവും ഒക്കെ നടത്തി മുന്നോട്ട് പോകണം. ഒരിക്കലും പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. ഒരു കുട്ടി ബാപ്പയും ഉമ്മയും നോക്കേണ്ട പ്രായമുള്ള ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തോ കാര്യത്തിൽ ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങിപ്പോയി. എന്താ ഇപ്പൊ ബാപ്പയും ഉമ്മയും ദ്വാരക്കേണ്ടത്? അനുകൂലമായിട്ടാണ് ദ്വാരക്കേണ്ടത്. പ്രതികൂലമായി ദ്വാരന്നാൽ, പ്രതികൂലമായി ദ്വാരന്നിട്ട് വല്ലതും സംഭവിച്ചാൽ ആർക്ക് സഹിക്കാൻ കഴിയും? നഷ്ടം ആർക്ക് നികത്താൻ കഴിയും? ആ കുട്ടിക്ക് ഹലാക്ക് കൊണ്ട് വാപ്പയോ ഉമ്മയോ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ദ്വാരന്നു കുട്ടിക്കോ, ഇവരെ പരിരക്ഷിച്ച് ഇവരോടൊപ്പം നിന്ന് ഒരുപാട് ഹൈറുകൾ ചെയ്യേണ്ട ആ കുട്ടി ഒരു ദേശത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നതിന്റെ പേരിൽ നാശം കൊണ്ട് ദ്വാരന്ന് എവിടെയെങ്കിലും പോയിട്ട് കുടുങ്ങി, ഊരാക്കുടുക്കിൽ കുടുങ്ങി പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ, ആർക്കാ അതിന്റെ ഖേദം? ആർക്കാണ് അതിന്റെ നഷ്ടം? ആക്ഷേപിക്കരുത്. കുട്ടികളുടെ സ്വഭാവത്തിലും അങ്ങനെ തന്നെ ശീലിക്കേണ്ടത്. ചെറിയ കുട്ടികൾ, ആ കുട്ടികൾക്ക് കുസൃതി ഉണ്ടാകും, പക്ഷെ ശപിക്കരുത്, ശാപവാക്കുകൾ പറയരുത്.
കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കുസൃതി ഉണ്ടാകും. ഒരു പക്ഷെ അവരെ കളി കൊണ്ട് നമ്മൾ പറഞ്ഞത് ഒരു കാര്യം ഒരു പക്ഷെ അവർ ചെവിയിലെത്തിയിട്ടുണ്ടാകില്ല, കളിയിൽ മുഴുകിയിട്ട്. അപ്പൊ എന്ത് പറഞ്ഞാലും ഈ കുട്ടി കേൾക്കൂല എന്ന് വിധി ചെയ്തരുത്. അങ്ങനല്ല വിധി ചെയ്തേണ്ടത്. ആ പറഞ്ഞത് ആ കുട്ടിയെ ഒന്നുകൂടി വശീകരിച്ച് നമ്മിലേക്ക് കീഴ്പ്പെടുത്തിയിട്ട് നല്ല രൂപത്തിൽ ആ കുട്ടിയോടൊന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കും, അനുസരിക്കും. അതിലപ്പുറം എന്താ ചെയ്യാ? വല്യപ്പമാരും വല്യമ്മമാരും ആ മേഖല നല്ലോണം ശ്രദ്ധിക്കണം. പേരക്കുട്ടികളെ ഇടങ്ങേറാക്കരുത്. കുട്ടികളാണ്. നമ്മുടെ കുട്ടിപ്രായവും നമ്മുടെ മക്കളുടെ കുട്ടിപ്രായവും ഒരു കാലത്തും മറക്കരുത്. മറക്കരുത്, എഴുതി വെച്ചാൽ മതി ഒരു ഡയറിയിൽ, കുസൃതികളൊക്കെ വേണമെങ്കിൽ. അപ്പൊ ഈ കുട്ടി ഒരു പക്ഷേ നമ്മുടെ മുസല്ലയിൽ വരും. മുസല്ലയിൽ വന്നിരിക്കുമ്പോ ആ കുട്ടിക്കറിയോ അത് മുസല്ലയാണ്, ഇതിലിങ്ങനെ പോയിരിക്കാൻ പാടില്ല, ഇതിലിങ്ങനെ മൂത്രയിക്കാൻ പാടില്ല, ഒന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ആ കുട്ടിയെ പിടിച്ച് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ഉടനെ ഒരു വാക്കും കൂടി. ഈ കുട്ടികളും കൊണ്ട് ഇടങ്ങേറായി. ഒരു പേരക്കുട്ടി ഉണ്ടാകാൻ ഈ ബാപ്പ ദ്വാരക്കാൻ പറയാത്തൊരു സഹസമില്ല. എല്ലാ സഹസിലും പറഞ്ഞു ദ്വാരക്കാൻ, എല്ലാ സംഭാവനയും നേർച്ച എല്ലാം ചെയ്തിട്ട് ഒരു കുട്ടി ഉണ്ടായേക്കുമ്പോഴോ അത് ദുരിത. അതുകൊണ്ട് ഇടങ്ങേറാണ്. നിസ്കാരപ്പായിലൊക്കെ കുട്ടികൾ വരും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരപ്പായിൽ വന്നില്ല, പിന്നെ നമ്മളെ നിസ്കാരപ്പായൊക്കെ എന്താ അത്ര വലിയ മഹത്വം? തങ്ങളെ നിസ്കാരപ്പായിൽ വന്നില്ലേ? പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടി, ആ കുട്ടിയെ തോളിലേറ്റിയിട്ടാ തങ്ങൾ നിസ്കരിച്ചു. തോളിലേറ്റി ആ കുട്ടി തോളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു, തസ്ബീഹ് കൂടുതൽ ചൊല്ലിയിട്ട്. അതൊക്കെ പറഞ്ഞാ പറയാം അത് നബിതങ്ങളല്ലേ, പിന്നെ അതിനേക്കാളും വലുതാ നമ്മള്. ഇനി അഥവാ നിങ്ങൾ നോക്ക്, വല്യപ്പാന്റെ റൂമാ, വല്യമ്മാന്റെ റൂമാണ്, റൂമൊക്കെ ഉണ്ട് ശരിയാണ്. ആ റൂമിന്റെ കതക് കുട്ടി ഇങ്ങനെ പതുക്കെ കൊത്തിപ്പിടിച്ച് തുറന്നു. തുറക്കാൻ പാടില്ല എന്ന് നിയമല്ല കേട്ടോ. അങ്ങനെ ഒരു ബാപ്പയും ഉമ്മയും നിയമം എഴുതരുത്, എഴുതി വെക്കും ചെയ്യരുത്. അങ്ങോട്ട് കയറി അവിടെ എത്തിയപ്പോഴാ മൂത്രമൊഴിക്കാൻ മുട്ടിയത്. അവിടെ നിന്ന് മൂത്രമൊഴിച്ചു. ആ കുട്ടിക്ക് തക്ലീഫുണ്ട്. പടച്ചോനെ അപ്പൊ പറയുന്ന കുറെ വാക്കുകൾ ഈ മൈക്കിൽ പറയാൻ പറ്റുമോ? സ്വകാര്യ വന്നാൽ പറഞ്ഞാലോ. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, പിന്നെ എന്തിനാന്ന് ഇയാൾ ഈ എന്റെ മോന് 4 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞിക്കാലുണ്ടാകാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞ് എന്തിനാണ് ദ്വാരക്കാൻ പറഞ്ഞത് ചിന്തിക്കും. ഈ വാക്കുകൾ കേൾക്കും. എന്റെ വല്യമ്മമാരോട് ഉമ്മാമ്മമാരോട് ഞാൻ പറയട്ടെ, സ്നേഹത്തോടെയാണ് ആ മക്കളോട് പെരുമാറേണ്ടത്. വാശിയിലല്ല, വക്രതയിലല്ല, ശാപവാക്കിലല്ല. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾ അങ്ങോട്ടാ പോകുന്നത്, നമ്മൾ വിളിച്ചെടുത്തേക്കല്ലേ വരുന്നത്. കാരണം കുട്ടിയുടെ കണ്ണിൽ എന്താ കുട്ടി കാണുന്നത്? അയൽവക്കത്തെ കുട്ടിയുടെ കയ്യിൽ ഒരു കണ്ണിൽ പെടാവുന്ന ഒരു വസ്തു കണ്ടു, ഒരു കളിപ്പാട്ടം. അപ്പൊ ഈ ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ കുട്ടിയെ കുളിക്കാൻ വേണ്ടി വിളിക്കാണ്. അപ്പൊ കുട്ടി അങ്ങോട്ട് ഓടുകയാണ്. അപ്പൊ ആ കുട്ടി ജാതി മക്കളൊക്കെ ഈ കാലത്ത് പോറ്റുന്നതിന് പകരം വിൽക്കുക നല്ലത്. നഊദു ബില്ലാഹി മിൻ ദാലിക, അങ്ങനെ പറയരുത്. അത്തരത്തിലുള്ള തേട്ടങ്ങൾ തേടരുത്. മക്കളൊന്നും ഇല്ലാതിരിക്കുകയാണ് നല്ലത്, അങ്ങനെ നിങ്ങൾ പറയരുത്. ആ ശാപ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു എങ്ങാനും യെസ് മൂളിയാൽ, റബ്ബെങ്ങാനും തീരുമാനം പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരു കാലത്തും ഗുണം പിടിക്കാത്തവനായി കുട്ടി മാറും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് ഒരു മകനെയും കൊണ്ട് വാപ്പ വരുന്നു. ഈ മോനെ നന്നാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഹൽ ദഅഉത അലൈഹി, കുട്ടിക്ക് കേടായിട്ട് നീ ദ്വാരന്നിരുന്നോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. നീ തന്നെ കൊണ്ടുപോയി നന്നാക്കിക്കോന്ന് പറഞ്ഞു. ദ്വാരന്നിട്ട് കേടാക്കിയിട്ട് ഞാൻ നന്നാക്കാനും നിങ്ങൾ ദ്വാരന്ന് കേടാക്കാനും. എല്ലാവരും പറയും കുട്ടികൾ നന്നാകാൻ ദ്വാരക്കണം. നമ്മളൊരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ, ബാപ്പ ഉമ്മ വല്യപ്പ വല്യമ്മ മൂത്ത ആളുകൾ ജ്യേഷ്ഠത്തിമാർ ഒരിക്കലും താഴേക്കിടയിലുള്ളവരെ ആക്ഷേപിച്ച് ശാപ പ്രാർത്ഥന നടത്തരുത്. ഞാൻ എന്റെ വക പറയല്ല, ആയത്തിന്റെ തഫ്സീറിൽ അങ്ങനെയാണുള്ളത്. മനുഷ്യൻ കേടുകൊണ്ട് ദ്വാരക്കും, ഖൈർ കൊണ്ട് ദ്വാരക്കും പോലെ ദ്വാരക്കും.
എന്ന് പറഞ്ഞാൽ ഖൈറ് കൊണ്ട് ദ്വാരക്കുമ്പോ ഓനത്ര ഇഖ്ലാസ് ഉണ്ടോ അതേ ദുആ കേട് കൊണ്ട് ദ്വാരക്കുമ്പോഴും ഉണ്ട്. അങ്ങനെ ദ്വാരക്കാണ് കേടാകാൻ വേണ്ടിയിട്ട്, ദുരന്തം ഉണ്ടാകാൻ വേണ്ടി, ദുരിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഖൗല്, ഈ വാക്ക് എത്രമാത്രം വലിയ വിഷയമാണ്. ഒരു എതിരാളിക്ക് പോലും ദ്വാരക്കേണ്ടത് അനുകൂലമായിട്ടാണ്, അയാൾ നന്നാകട്ടെ എന്നുള്ള ചിന്ത കൊണ്ട്. ശാപവാക്കുകളെ കൊണ്ട് ദ്വാരക്കേണ്ടത് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ദ്വാ അല്ല, ശത്രുക്കൾക്ക് എതിരായിട്ട് മൊത്തത്തിലൊരു ദ്വായുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതുപോലെ അല്ലാനത്തുല്ലാഹി അലദ്ദാലിമീൻ, അക്രമകാരികൾക്ക് അല്ലാഹു തആല ശാപം കൊടുക്കട്ടെ. പിന്നെ വ്യക്തിപരമായി ശപിക്കേണ്ട ഒരാളുണ്ട്, അതാരാ? അത് ഇബ്ലീസാ. വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ശാപം പുനരുദ്ധാരണ ദിവസം വരെ എന്റെ ശാപം നിനക്കുണ്ട്. പുനരുദ്ധാരണ ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഹിസാബ് നടത്തി നരകത്തിലേക്ക് ഇടാനോ, പിന്നെ അവിടെ കൂടുതൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ ശാപം എല്ലാ ഭാഗത്തുനിന്നും, ജനങ്ങളെ ഭാഗത്തുനിന്നും മലക്കുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ നിനക്കുണ്ട്. അങ്ങനല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ഹദീസിലും കാണാം അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞപ്പോൾ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട കാഴ്ച, എതിരായിട്ട് ദ്വാരക്കരുത്. എല്ലാ രക്ഷിതാക്കളും ഉപ്പ ഉമ്മമാരും വളരെ കാര്യഗൗരവത്തോടെ ചിന്തിക്കണം. അനുകൂലമായിട്ട് ദ്വാരക്കണം. പ്രതികൂലമായി അങ്ങനെ വരാൻ, മക്കള് വരാനുള്ള സാഹചര്യം ഒരു പക്ഷേ നമ്മൾ സൃഷ്ടിച്ചതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിന്റെയോ ഉപദേശത്തിന്റെയോ കുറവ് കൊണ്ടായിരിക്കും. അങ്ങനെ വന്ന മക്കളെ വീണ്ടും പ്രതികൂലങ്ങളാക്കി മാറ്റിയിട്ട് ദ്വാരക്കരുത്. ബാപ്പ മകനോട് കാശ് ചോദിച്ചു, ഉമ്മ ചോദിച്ചു. ചോദിക്കുന്ന തെറ്റൊന്നുമില്ല, ചോദിക്കാം. ചോദിച്ച് തന്നിട്ടില്ലെങ്കിൽ ഹലാക്കൊണ്ട് ദ്വാരക്കരുത്, ലാനത്ത് കൊണ്ട് ദ്വാരക്കരുത്. പിന്നെയോ നന്നാകാനാ ദ്വാരക്കരുത്. അല്ലാഹു തആല അവനെ നന്നാക്കാൻ, നല്ല മനുഷ്യനാക്കാൻ അതിനാ ദ്വാരക്കേണ്ടത്. ഒരു മകൻ കൂട്ടുകാരുടെ വലയിൽപ്പെട്ടു, അത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് കൂട്ടിക്കോളൂ. വലയിൽപ്പെട്ട് കുടിയനായി. എന്താ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്? അവനൊരു കത്തിയെടുത്ത് വെട്ടിയിട്ട് വാരി കൊടുക്കുക അല്ല, നല്ല നേരത്ത് അനുകൂലമായി കിട്ടാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. എത്രയോ സംഭവങ്ങളുണ്ട്, ഞാനത് പറഞ്ഞാൽ തഫ്സീറൊന്നും വായിക്കാൻ കഴിയില്ല. എപ്പോഴും രക്ഷിതാക്കൾ ഓർക്കേണ്ടതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. 11 മക്കളും എതിരായി പ്രവർത്തിച്ചപ്പോൾ കൂടെ ആ മക്കളെ വീട്ടിൽ ജീവിപ്പിച്ചു. വീട്ടിൽ അവരോടുകൂടെ ഒത്തുകൂടി ജീവിതം മുന്നോട്ട് നീക്കി. മഹാനവർകൾക്കറിയാം ഈ കുട്ടികൾ ചെയ്തത് ചെറുതല്ല, വലിയൊരു വിഷമം തന്നെയാണ്. പക്ഷേ അതിൽ അള്ളാഹുവിലേക്ക് ഞാൻ നിങ്ങളുടെ വിഷയം അർപ്പിക്കുന്നു, നന്നായി ക്ഷമിക്കുന്നു. 1 കൊല്ലത്തെയോ 2 കൊല്ലത്തെയോ ക്ഷമയല്ല, നന്നാകാൻ വേണ്ടി ദുആയിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് വെള്ളിയാഴ്ച രാവിൽ മുസ്ലിങ്ങളായ ഉപ്പമാര് ഉമ്മമാര് കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം ഈ മക്കളൊക്കെ നന്നായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് കൈയുയർത്തി നന്നായി ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. നേരത്തെ എതിരായി പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാര് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് ബാപ്പയോട് കളവ് പറഞ്ഞവർ മഹാനവറുകളുടെ ദുആഇന്റെ ഫലമായി നല്ല രൂപത്തിലായി ബാപ്പക്കും ഉമ്മക്കും അനുസരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഉപ്പാ, കുഞ്ഞുനാളിൽ ഞാൻ കണ്ടൊരു സ്വപ്നമുണ്ടല്ലോ. ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും
എനിക്ക് സാഷ്ടാംഗം നമിക്കുന്നതായി ഞാൻ കണ്ടില്ലേ? ഇപ്പോഴിതാ മിസ്റിലേക്ക് ഇവരൊക്കെ നടന്നു വന്നപ്പോ ഖദ് ജഅലഹാ റബ്ബീ ഹഖ്ഖാ, ബാപ്പയെ അനുസരിക്കുന്ന മക്കളായി, ഉമ്മയെ അനുസരിക്കുന്ന മക്കളായി, അനുജന്മാരെ സ്നേഹിക്കുന്ന മക്കളായി ജ്യേഷ്ഠന്മാര് മാറിയപ്പോ ഖദ് ജഅലഹാ റബ്ബീ ഹഖ്ഖാ, എന്റെ റബ്ബ് അത് യാഥാർത്ഥ്യമാക്കി എനിക്ക് കാണിച്ചു തന്നു. 10-35 വർഷം നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം ആ മക്കളുടെ ജീവിതത്തിന്റെ അനുകൂലാവസ്ഥക്ക് പ്രാർത്ഥിക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ നോക്ക്, ചരിത്രം സുദീർഘമാണ്. മഹാനവറുകൾ മിസ്റിൽ പോയി താമസിച്ചു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ. കൊട്ടാരത്തിൽ ജീവിച്ച് 25 കൊല്ലം ഈ അനുസരണ ബോധമുള്ള മക്കളോടുകൂടെ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രതികൂലമായി പ്രവർത്തിച്ച മക്കളാണെങ്കിലും ഉപദേശിച്ച് നന്നാക്കുന്നതോടൊപ്പം അനുകൂലമായി പ്രാർത്ഥിക്കണം. ഒരിക്കലും കേടായി പ്രാർത്ഥിക്കരുത്. വാഹനം കയറിപ്പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അപ്പുറത്തുനിന്ന് വാഹനത്തെ ശപിക്കുന്നത് കേട്ടപ്പോ തങ്ങൾ ചോദിച്ചു, ആരാണ് ശപിച്ചത്? ആ വാഹനത്തു നിന്നുള്ള എല്ലാ ചുമടുകളും ഇറക്കിക്കോളൂ, ആ വാഹനത്തിന് ഇനി യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞോളൂ, ശാപം അതിന് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇതൊരു ഇടങ്ങേറുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ 2 വളവേ കൈയുണ്ടാവുള്ളൂ, പിന്നെ അത് ഉണ്ടാവില്ല. പറ്റൂലെങ്കിൽ കൊണ്ടുപോയി വിറ്റേക്ക്, ശാപം പറയരുത്. അത് ചെറിയ പെർമിറ്റ് ലൈസൻസ് ഒന്നും പിന്നെ കടലാസൊന്നും ആവശ്യമില്ലാത്ത സാധാ സൈക്കിളാണെങ്കിലും ഉന്തുവണ്ടിയാണെങ്കിലും ശരി, ശപിക്കരുത്. ശപിക്കുന്നത് കേട്ടപ്പോ തങ്ങൾ പറഞ്ഞു, ഇനി അതിൽ യാത്ര ചെയ്യാൻ പറ്റൂല, അതിന്റെ പുറത്തുള്ള ചരക്കൊക്കെ താഴോട്ട് ഇറക്കി വെക്കുന്നു. എന്തിനെ ശപിക്കാൻ പറ്റും? വീട്ടിൽ വാങ്ങിയൊരു പശു, ആദ്യം വാങ്ങിയപ്പോ ആദ്യത്തെ കൊല്ലൊക്കെ ഓരോ ദിവസവും 10 ലിറ്റർ പാല് കിട്ടിയിരുന്നു. പിറ്റത്തെ കൊല്ലം ആ 10 കുറച്ച് കുറഞ്ഞിട്ട് 8 ആയി. എന്താ കാരണം എന്നറിയോ? കൊടുക്കുന്ന ആള് പിണ്ണാക്കിൽ പിശുക്കി. അപ്പൊ അയാൾ ചിന്തിക്കുന്നത്, ഈ ഒരു ചെറിയ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഈ പിണ്ണാക്കൊണ്ടും ഇതുകൊണ്ടും കിട്ടുന്ന പാലത്ര തന്നെ കിട്ടണം, 10 തന്നെ കിട്ടണം. ഈ പയ്യനെ കൊണ്ട് മനുഷ്യൻ തോറ്റല്ലോ. ഈ മെനക്കടൊക്കെ മെനക്കിട്ടിട്ട് ഇപ്പൊ പാല് കുറഞ്ഞു പോയി. ഇതിനൊക്കെ പോറ്റുന്നതിനേക്കാൾ നല്ലത് വേറെന്തെങ്കിലും വാങ്ങിപ്പോറ്റ. വേണ്ടേ? എന്നാ നീ വേണ്ടായ്മൊന്നും പറയണ്ട, കൊണ്ടുപോയി വിറ്റേക്ക്. നിന്റെ സംരക്ഷണത്തിന്റെ കുറവ് കൊണ്ട് സംഭവിച്ച വീഴ്ച നീ ചിന്തിക്കാതെ പാൽ ചുരത്തുന്ന മൃഗത്തെ ആക്ഷേപിക്കുകയാണ് പാടില്ല. ഒറ്റൊന്നിനെ. അപ്പുറത്തെ വീട്ടിലെ കോഴി നമ്മുടെ വീട്ടിലെ കോഴികൾക്ക് വെച്ച പാത്രത്തിൽ നിന്ന് ഒന്ന് വന്നിങ്ങനെ 2-3 കൊത്തുകൊത്തി. അപ്പോഴേക്ക് നമ്മളെ നാവ് നീട്ടിയിട്ട് ഒരു ഉമ്മയും ഒരു സഹോദരനും പറയരുത്, എടങ്ങേറ് പിടിച്ച കോഴി പറയാൻ പാടില്ല. നീ നിന്റെ പാത്രത്തിൽ നിന്ന് അത് കൊത്തിയതിന് എന്തെങ്കിലൊക്കെ ഒരു കൂലി അല്ലാഹു തആല നിനക്ക് നിശ്ചയിച്ചു തരണമെങ്കിൽ നാവ് നടക്കി വെക്കണം. നിന്റെ കോഴി തിന്നതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടി അയൽവക്കത്തെ കൂലി എന്നപ്പോ എന്താ? കോഴിനോടുള്ള അയൽവക്ക ബന്ധം കൂടി നിലനിർത്താൻ കഴിഞ്ഞു എന്നർത്ഥം. അതാ അതിന്റെ പിന്നീട് തത്വം മനസ്സിലാക്കേണ്ടത്. അയൽവാസി എന്ന് പറഞ്ഞാൽ വീട് മാത്രല്ല അയൽവാസി ബന്ധമായിട്ടുള്ളത്, ആ വീട്ടിലുള്ള എന്തെല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിന്റെ വീട്ടിലെ കുട്ടികൾക്ക് നീ പഴം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ, ഹദീസിലുള്ളതാ, നിന്റെ വീട്ടിലെ കുട്ടികൾക്ക് നീ പഴം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അയൽവക്കത്തെ കുട്ടികൾ കാണുന്ന വിധത്തിൽ ആ കുട്ടിയെ പുറത്തിറക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കും കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് ഭക്ഷിപ്പിക്കണം. അന്തേ നിന്റെ കുട്ടി കഴിക്കുന്ന ഓറഞ്ച് പോലത്തെ ഓറഞ്ച് പുറത്തെത്തിയിട്ട് ആ കുട്ടിക്ക് മോഹം ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ ബന്ധം തകരാറാണ്. അത് കുട്ടിന്റെ വിഷയത്തിലെ, പൂച്ചന്റെ വിഷയത്തില്ലേ, നായന്റെ വിഷയത്തില്ലേ, കോയിന്റെ വിഷയത്തില്ലേ, എല്ലാത്തിലും ഉണ്ട്. അപ്പോഴേക്ക് പറഞ്ഞു, ഒരു കല്ല് കിട്ടാണെങ്കിൽ എറിഞ്ഞിട്ട് എന്റെ കാലുമേൽ തട്ടിയില്ല, തട്ടാത്തിന സങ്കടം, കാല് എറിഞ്ഞു ഓടിക്കണം. പാത്രത്തിൽ വറ്റിട്ട് അപ്പോഴേക്ക് കോഴി ഇങ്ങോട്ട് വരും. പിന്നെ ആർക്കാ വറ്റിട്ടത്?
നമ്മളെ സ്വഭാവക്കേടുകൊണ്ടല്ലേ സഹോദരങ്ങളെ. മനുഷ്യന് നല്ല സ്വഭാവം ഉള്ള ആളാണെങ്കിൽ മനുഷ്യനെ അനുസരിക്കാത്ത, മനുഷ്യന് സ്നേഹം കൊടുക്കാത്ത ഏതെങ്കിലും ജീവികൾ മനുഷ്യനെ പേടിച്ചിട്ടല്ലേ. മനുഷ്യന് നല്ല സ്വഭാവക്കാരനെന്ന് ഒക്കെ ഇങ്ങോട്ട് അടുക്കൂലേ. നമ്മളെ കീശേരിയിലുണ്ട് മറവിട്ട് കിടക്കുന്ന മുഹീദ്ദീൻ മുസ്ലിയാർ, വലിയൊരു മഹാനാണ്. അല്ലാഹു തആല അവരെ ബർക്കത്തും നമ്മളെ സദസ്സ് സ്വീകരിക്കട്ടെ. കീശേരി മൊയ്തീൻ മൂലർ എന്ന് പറയും. എവിടുന്നെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചാൽ അവസാനത്തെ ഒരു പിടി ഇങ്ങനെ കൊണ്ട് വാരും പാത്രത്തിൽ നിന്ന്. ആ പിടിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ പരിസരത്തുള്ള എല്ലാ കാക്കകളും വരും. നമ്മളെ കണ്ട ഏതെങ്കിലും കാക്ക വരുമോ? ഇനി കാക്കയെ കാണാൻ തന്നെ നമ്മൾ സമ്മതം കൊടുക്കണ്ടേ? വാട്ടിയപ്പോതിരി എവിടെങ്കിലും വന്നിരിക്കുന്ന കാക്ക എന്തിനാ നമ്മളെ കാട്ടുന്നത്? ഇനി വേസ്റ്റ് തിന്നാൻ വേണ്ടി കൊണ്ടെടുത്ത് കാക്ക എന്നാൽ അക്കാക്കനെ കാട്ടി. പിന്നെ ഈ വേസ്റ്റ് ആരാ തിന്നേണ്ടത്? ആ മഹാനുഭാവൻ ഒരു പിടി ഭക്ഷണം ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് കാക്കകളൊക്കെ എത്തി അതിങ്ങനെ അങ്ങോട്ട് പരക്കങ്ങനെ ഇട്ട് കൊടുത്തു. അവരൊക്കെ ആ ടൈമിൽ അതൊക്കെ ഭക്ഷിച്ച് തർക്കം കൂടാതെ എല്ലാവരും കുറച്ചെടുത്ത് ഭക്ഷിച്ച് പറന്നു പോകുന്നു. പോയി നോക്കൂ, പൊന്നാനിപ്പള്ളിയുടെ പരിസരത്ത് ഇപ്പോഴും ഉണ്ട് പ്രാവുകൾ. പൊന്നാനിപ്പള്ളിയുടെ പരിസരത്ത് പോയി നോക്കൂ. 1, 2, 10, 20 അല്ല, എമ്പാടും പ്രാക്കളുണ്ട്. ആരും ആ പ്രാക്കളെ ആട്ടിവിടുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിടക്കുന്നതിന്റെ, അന്തിയുറങ്ങുന്നതിന്റെ നേരെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നോക്കിയാൽ നമുക്ക് കാണാം ചുറ്റുഭാഗത്തും പ്രാക്കൾ. അവർക്കുമില്ലേ ഒരു തസ്ബീഹ്, അവർക്കുമില്ലേ ഒരു തഹ്ലീൽ. മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലൊക്കെ പ്രാവുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? മേടപ്രാക്കൾ. അങ്ങനത്തെ ഒരു പ്രാവ് നമ്മുടെ വീട്ടിൽ വന്ന് അതിന്റെ കാഷ്ടം കൊണ്ട് അത് അവിടെയും ഇവിടെ കാഷ്ടിച്ചിട്ട് ബുദ്ധിമുട്ടായാലും അതിനെ എന്തെങ്കിലും അപ്പുറത്തേക്കോ മറ്റൊരു ഭാഗത്തേക്കോ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല. തൊള്ള കൊണ്ട് ശപിക്കരുത് അതിനെ. അതാ ശ്രദ്ധിക്കണ്ടേ. കേടായിട്ട് പ്രാർത്ഥിക്കരുത്. ഇത് തങ്ങൾ കേടായിട്ട് ദ്വാരുന്നതാണ് തോന്നിയപ്പോഴേക്ക് ആ ദുആ മടക്കിയെടുത്ത കോലം നോക്ക് നിങ്ങൾ. അതും തഫ്സീർ ഉദ്ധരിക്കുന്നുണ്ട് മഹാന്മാർ. ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് തങ്ങൾ ഒരു തടവറയിൽ നിന്ന് ഒരു വന്തിയെ ആയിഷ ബീവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ചെറിയ പ്രായമല്ലേ. മഹദി പറഞ്ഞു, ഞാൻ വേറൊരു പെണ്ണിന്റെ കൂടെ വർത്തമാനത്തിലും കളിയിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടു. ഞാൻ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്ക് തങ്ങള് ഈ തടവറയിലേക്കായിട്ട് പിടിച്ചു കൊണ്ടുവന്ന, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ മനുഷ്യൻ വേറൊരു ഭാഗത്തുകൂടെ ഇറങ്ങി പുറപ്പെട്ടു. ഞാനത് അറിഞ്ഞിട്ടില്ല. വീട്ടിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ചിന്തിച്ചില്ല, ആള് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തങ്ങൾ പറഞ്ഞു, ഖതാ അല്ലാഹു യദക്. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഉദ്ദേശമല്ല അവിടെ. അർത്ഥം ശരിക്കും വെക്കുകയാണെങ്കിൽ ഖതാ അല്ലാഹു, അല്ലാഹു ഛേദിക്കട്ടെ, യദക, നിന്റെ കയ്യിനെ. വാക്കിന്റെ അർത്ഥം ശരിക്കും ദുആ വെക്കുമ്പോ അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പുറത്തിറങ്ങി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ തെരഞ്ഞു പിടിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എന്റെ 2 കൈയും ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചത്, 2 കൈയും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ തങ്ങളെ ദുആ കാത്തിരിക്കാണ്, എന്റെ 2 കൈയും മുറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നമാ അന ബശറുൻ, പടച്ചവനെ ഞാനൊരു മനുഷ്യനാണ്, മറ്റുള്ള മനുഷ്യന്മാര് ദേഷ്യം പിടിക്കുമ്പോൾ എനിക്കും ദേഷ്യം വന്നു. ഫയ്യുമാ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ ദഅവതുക അലൈഹി ബിദഅവത്തിൻ ഫജ്അൽഹാ ലഹു സകാതൻ വതുഹ്റാ. ഏതൊരു വിശ്വാസിനിക്ക് ഞാൻ പ്രതികൂലമായി പ്രാർത്ഥിച്ചോ അതവർക്ക് അനുകൂലമാക്കി കൊടുക്കണം, പരിശുദ്ധിയുള്ളതാക്കി കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബറക്കത്ത് നീ നൽകണം. തങ്ങൾ ദുആരുന്നത് അങ്ങനെയാ. ഈ ദുആഇന്റെ നേർക്ക് നേരെയുള്ള പ്രത്യക്ഷാർത്ഥം അവിടെ ഉദ്ദേശമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രതികൂലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കോ ദുആർക്കരുത് എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇത് ഭാര്യയല്ലേ, ഭാര്യക്കെതിരായിട്ട് നബി നിങ്ങൾ ദുആർക്കോ എന്ന് ചോദിച്ചപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഹദീസിന്റെ ബാഹ്യാർത്ഥം അവിടെ ഉദ്ദേശമില്ല. പിന്നെയോ സാധാരണ അറബിയിൽ അങ്ങനെ ചില വാക്കുകളൊക്കെ പറയാറുണ്ട്.
തെരിബത്തിയ മീനുക്കാന്ന് പറയാറുണ്ട്, അക്ര ഹൽക്ക എന്ന് പറയാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചത് ഞാൻ പറഞ്ഞത് ഇജാബത്തുള്ള സമയത്തോട് ഒത്തുവന്നിട്ട് അള്ളാഹു അങ്ങ് ഉത്തരം ചെയ്താൽ കൈ ഛേദിക്കപ്പെട്ടു പോകും, കൈ മുറിഞ്ഞു പോകും, അതിൽ തർക്കമില്ല. അതൊരിക്കലും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിൽ ബറക്കത്തുണ്ടാകാനും അതുകൊണ്ട് പരിശുദ്ധി ഉണ്ടാകാനും ദുആ ചെയ്തത്. ദുആന്റെ അദബും കൂടി ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദുആന്റെ അദബ്? ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുശൈരി തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞു, മനുഷ്യൻ അള്ളാഹുവിനോട് ഖൈറ് ചോദിക്കും പോലെ ശർറും ചോദിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു അദബ് മനസ്സിലാക്കണം. ആവശ്യമുള്ള സമയത്തല്ലാതെ ആവശ്യത്തിനല്ലാതെ അടിമ അള്ളാഹുവിനോട് ഒന്നും ചോദിക്കരുത്. ചോദിക്കാതെ തന്നെ റബ്ബ് തആല എത്രയോ തന്നിട്ടുണ്ട്. ആവശ്യങ്ങൾക്കനുസരിച്ച് ചോദിക്കണം. അവിടെ തന്നെ ആവശ്യമില്ലാത്ത ഒരു വിഷയവും ചോദ്യത്തിൽ വരരുത്. ആവശ്യമില്ലാത്ത ഒന്നും ചോദ്യത്തിൽ വരരുത്. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ദ്വാരക്കുന്ന ആള് എന്തെങ്കിലും ഒരു ഖൈറ് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അതിലൊരു ചെറിയ ഒരു പിന്നോക്കം കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല ആ ഖൈറവന് നൽകുന്നതില് സാവകാശം നൽകിയിട്ടുണ്ട്. ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടിയാൽ അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാകും. ധൃതി കൂട്ടരുത്. മനുഷ്യന് തിരക്കാണ്, തിരക്ക് കൂടി പോകാണ്. തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടിയാൽ കാര്യങ്ങൾ കേടായി പോകും. അപ്പൊ ആവശ്യമുള്ളതാണ് ചോദിക്കേണ്ടത്, ആവശ്യമില്ലാത്ത ദുആയിൽ വരരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ദുആർക്കുന്ന ദുആക്കൊക്കെ ഉത്തരം നൽകും. ദുആന്റെ കാര്യം ദുൽമാകാൻ പാടില്ല, അക്രമം, അല്ലെങ്കിൽ ഖതിയത്തുർ റഹ്മാകാൻ പാടില്ല, കുടുംബബന്ധ വിച്ഛേദനമാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് നാശം വരുന്ന വിഷയമാകാൻ പാടില്ല. അല്ലാത്ത നല്ല വിഷയങ്ങളെ കൊണ്ട് ദുആർന്നാൽ അല്ലാഹു ഉത്തരം തരും. തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടിയാൽ പല കാര്യങ്ങളും നഷ്ടമായി പോകും. തിരക്ക് കൂട്ടിയാൽ പലതും നഷ്ടമായി പോകും. അപ്പൊ ഖൈറാട് എന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതി നല്ലോണം ചിന്തിച്ചുകൊണ്ട് ദ്വാരക്കണം, ആലോചിച്ചുകൊണ്ട് ദ്വാരക്കണം. തിരക്ക് കൂട്ടിയിട്ട് ഒന്നും നഷ്ടപ്പെടരുത്. തിരക്ക് കൂട്ടിയിട്ട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ മനുഷ്യന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നതിന്റെ അധ്യായങ്ങളിലാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എണ്ണിയത്. അതുകൊണ്ടാണ് ഹദീസിൽ അൽ അജ്ലതു മിന ശൈത്താൻ, ധൃതി ശൈത്താന്റെ ഭാഗത്തു നിന്നാന്ന് പറഞ്ഞത്. അതുകൊണ്ട് എത്ര നഷ്ടാന്നറിയോ നിങ്ങൾ? ദിക്ർ, ദുആ, നിസ്കാരം, കാര്യങ്ങളൊക്കെ നഷ്ടാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരത്തിന് ഒരു സ്വഹാബിന്റെ നിസ്കാരം തിരുത്തി കൊടുത്തത് റുകൂഉം സുജൂദും അതുപോലെ തന്നെ ഈത്തിദാലിലും പല സ്ഥലങ്ങളിലും നോക്കുമ്പോ ഒക്കെ പെട്ടെന്ന് ചെയ്ത് തുമഅനീനത്ത് എന്ന് പറയുന്ന ഫർള് ഇല്ലാതായി പോയി. സ്പീഡ് കൊണ്ട്, ധൃതി കൊണ്ട്, ആക്കം കൂട്ടിയിട്ട് ഊക്ക് കൂട്ടിയിട്ട് തുമഅനീനത്തന്നെ ഇല്ലാതായി പോയി. ഇമാം അങ്ങോട്ട് അല്ലാന്ന് പറയുമ്പോഴേക്ക് മാമൂം അല്ലാന്ന് പറയണ്ട. ഇമാമു റുക്കൂയിൽ എത്തിയിട്ടാണ് മാമൂം റുക്കൂയിലേക്ക് വരേണ്ടത്. അങ്ങനെ വരേണ്ടത്. അതിന് ആൾക്കാർക്ക് നേരല്ല. ആൾക്കാർ എന്ത് ചെയ്യും? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആൾക്കാർ കയ്യയിച്ചു പോയി. കയ്യയിക്കാൻ നേരായിട്ടില്ല. കയ്യയിക്കേണ്ടത് എപ്പോഴാ? ഇമാമ് കയ്യയിച്ച് റുക്കൂയിലേക്ക് അങ്ങനെ പോകുമ്പോഴാണ് കയ്യയിച്ച് റുക്കൂയിലേക്ക് പോകേണ്ടത്. തിരക്ക് കൂടിയിട്ട് മുസാവാത്ത്, ഇമാമിനോട് ഒപ്പം നിന്നുകൊണ്ടുള്ള ജമാഅത്ത്, ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അധികവും നടക്കുന്നത്. ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. ഇമാമിന്റെ പിന്നാലെയാണ് ആള് പോകേണ്ടത്. ഇമാമ് സുജൂദിലെത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ഇമാം ഉയരുന്നതിന്റെ മുമ്പ് ആ പോയ സുജൂദിലേക്ക് എത്തണം. ഇമാമ് പോകുമ്പോ അതേ സ്പോട്ടിൽ എത്തണം എന്നാ? അങ്ങനല്ല. അങ്ങനെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും, എല്ലാവരിലും. അങ്ങനല്ല വേണ്ടത്. ഇമാമിന്റെ പിന്നാലെ പോകുന്ന ആളാണ്. പിന്നെ എങ്ങനെ ഒപ്പം പോവുക? ഇമാമിനോട് കൂടെ മാമൂമ് ഒപ്പം ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതൊപ്പാകണമില്ല, അത് വേറെ വിഷയം. അത് ആമീനാണ്. ആമീൻ എന്നത് ഒപ്പാ വേണ്ടത്.
പക്ഷെ അത് വ്യത്യസ്ത സമയത്താണ് ആമീൻ പറയുന്നത്. ഒരാൾ പറഞ്ഞതിന് മറ്റേ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാകും, വേറൊരാൾ ഇങ്ങനെ ആമീൻ പറയും. അതൊപ്പാ പറയണ്ടത്. ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു മഅഹു. ഇമാം ആമീൻ ചൊല്ലുമ്പോൾ നിങ്ങളും കൂടെ ആമീൻ ചൊല്ലണം. അത് ഉറക്കെ ആമീൻ ചൊല്ലണം. ബാക്കിയുള്ളതിലൊക്കെ പിന്തിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ധൃതി കൂട്ടിയിട്ട് ഫാത്തിഹ സൂറത്തും ദിക്റുകളൊക്കെ എത്ര പെട്ടെന്നാ കഴിയാന്ന് പറയാം. നമ്മൾ വിചാരിക്കും എന്താ, ഇതൊക്കെ നമ്മളെ കിതാബിൽ ഇങ്ങനെ എഴുതിയിട്ട് കെട്ടുകണക്കിന് കോടിക്കണക്കിന് കൂലിങ്ങനെ ആഖിറത്തിൽ വാങ്ങാൻ വേണ്ടി ഇനി അങ്ങോട്ട് ചെന്നാ മതി ഒരു ചെറിയ ബാഗും പിടിച്ചിട്ട് എന്ന് കാത്തിരിക്കുകയാണ്. പക്ഷെ എഴുതണ്ടതിനാദ്യം ഇമാമു സുബ്ഹാനല്ലാഹ് എത്ര പെട്ടെന്നാ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഒരു നേരത്തന്നെ 1000 ചൊല്ലിക്കൊണ്ടു. 10 20 30 ഒന്നും കിട്ടൂലട്ടോ, വെറുതെ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹി എന്നുള്ളതിലെ അക്ഷരങ്ങൾ ഫുള്ളായിട്ട് ചൊല്ലണം. 10 അക്ഷരങ്ങൾ അതിലുണ്ട്, അത് മൊഴിഞ്ഞുച്ചരിക്കണം. എങ്ങോട്ടാ ഈ തിരക്ക്? ഈ തിരക്ക് കൂട്ടിയിട്ടാണ് ഈ നന്മകളൊക്കെ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ കരുതി ഇത്ര എളുപ്പമാണ്. സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്ത് ഇക്റാണ്. അത് ഇക്റൊക്കെ അത് ആ രൂപത്തിലും ഭാവത്തിലും തന്നെ ചൊല്ലണം. അപ്പൊ ചില ഉസ്താദുമാര് കാണാം മരിച്ചെടുത്ത് മാത്രം തഹ്ലീലിന്റെ ഹർഫൊക്കെ കൊണ്ട് പറഞ്ഞ് ഒരു ഹർഫും വിടരുത്. എല്ലാ ദിക്റിലും ഉണ്ട്. അത് എല്ലാ ദിക്റിലും ഉണ്ട്, മരിച്ചെടുത്ത് മാത്രമൊന്നല്ല. തഹ്ലീലിന്റെ അക്ഷരം മാറരുത്, കാരണം ഈ മയ്യത്ത് ഖബറിൽ ഇളങ്ങാറായി പോകും. എല്ലാ ദിക്റിലും ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംസ് മാറിയിട്ട് യാ ആകരുത്, അവസാനത്തെ ഹാ വിടരുത്, ശരിക്കും ശ്രദ്ധിച്ചെല്ലണം, തിരക്ക് കൂട്ടണ്ട ഒക്കെ പറയും. അത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റിനുല്ലേ, വേറെയുള്ള ദിക്റിനൊക്കെ അല്ലേ. പിന്നെന്താ അത് പരിഗണിക്കാത്തത്? അത്തഹിയ്യാത്തിൽ തന്നെ അഖല്ലു തശഹുദിൽ നിന്ന് ചുരുങ്ങിയ അത്തഹിയ്യാത്തിൽ നിന്ന് ഹർഫ് പോകാൻ പറ്റുമോ? പറ്റൂല. ഫാത്തിഹ ഓതുമ്പോ പടച്ചോനെ പേടിയാണ് ഫാത്തിഹ ഓതുന്നത്. തിരക്കുകൊണ്ട് ഫാത്തിഹ ഒക്കെ അങ്ങോട്ട് ഓതിയിട്ട് അക്ഷരങ്ങളൊക്കെ എത്രയാ പോകുന്നത്. ഈ തിരക്ക് കൂട്ടുക എന്നുള്ളത് പിശാചിന്റെ ഒരു സ്വഭാവമാണ്. തിരക്ക് കൂട്ടിയിട്ട് ആളുകളെ നന്മ നഷ്ടപ്പെടുത്തണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അവന്റെ ഒരു ഡ്യൂട്ടിയാണ്. വൈന്ദൽ ഇസ്തിജാലി യുറവ്വിജു ശൈത്വാനു ശർറഹു അലൽ ഇൻസാനി മിൻ ഹൈതു ലാ യദ്രി. ധൃതി കൂടുന്ന സമയത്ത് പിശാച് അവന്റെ ആ ഷർറ് നല്ലോണം ചെലവാക്കും മനുഷ്യന്റെ മേൽ. അറിയാത്ത രൂപത്തിൽ മനുഷ്യൻ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, തിരക്ക് കൂട്ടും. ജമാഅത്തിന് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ അവിടുത്തെ ഉപ്പയിൽ നിന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് ശബ്ദം? പോലെ വരുന്ന ശബ്ദവും സംസാരത്തിന്റെയും തിരക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്ന ശബ്ദവും കിട്ടും. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചു, മാ ശഅനുക്കും, എന്താ അവിടുന്ന് നേരത്തെ ഒച്ച കേട്ട്? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇസ്താജൽനാ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് ഞങ്ങൾ തിടുക്കം കൂട്ടി വന്നതാണ്. ഉള്ള കയ്യും കാലൊന്നായിട്ട് നമ്മളിവിടെ വന്ന ഹൗദൊന്നുമില്ലല്ലോ, ഒരേ നോക്കുണ്ടാക്കിയവരല്ലേ. അവര് വന്ന വരവും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നിൽക്കലും ഒക്കെ കൂടിയുള്ള ആ ഒച്ചപ്പാട് കേട്ടിട്ട് എന്താ കേട്ടത്? നിസ്കാരത്തിലേക്ക് ധൃതി കൂട്ടിയതാന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഫലാ തഫ്അലൂ, അങ്ങനെ ചെയ്യരുത്. ഇഖാമത്ത് അങ്ങോട്ട് കേട്ടാൽ പിന്നെ കാല് കേൾക്കേണ്ട കഥയൊക്കെ അങ്ങനെ തന്നെ. ശേഷമുള്ള ദിക്റൊന്നുമില്ല, ഒരൊറ്റ പോക്ക. എന്തിനായി തിരക്കൂട്ടുന്നത്? അങ്ങനെ സുന്നത്തുണ്ടോ? ഒരു സുന്നത്തില്ല. കിട്ടിയില്ലെങ്കിൽ ഓടിപ്പോകേണ്ട നിസ്കാരം ജുമുഅയാണ്. അത് നഷ്ടപ്പെടുന്നു കണ്ടാൽ ശരിക്കും നടന്നു പോയാൽ കിട്ടില്ല, കണ്ട ഓടിപ്പോണം. അത് നിർബന്ധം. ബാക്കിയുള്ള ഒറ്റ ജമാഅത്തിനും നടന്നു പോയാൽ മതി. തങ്ങൾ പറഞ്ഞില്ലേ, ഫഅലൈക്കും ബിസ്സക്കീന, സാവകാശം വന്നാൽ മതി, തിരക്കൂട്ടി വരണ്ട. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാത്തിമു. കിട്ടുന്നത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് പിന്നീട് പൂർത്തീകരിക്കുക. ഇവിടെ ഇഖാമത്ത് കൊടുത്തപ്പോഴേക്ക് അവിടെ നിസ്കാരത്തിന് വുളൂവിന്റെ ശേഷമുള്ള ദുആക്ക് ആർക്കുണ്ട് ദുആ? അത് വേറെ ഏതൊരു കൂട്ടർക്ക് വേണ്ടി അല്ലാഹു തആല ഇറക്കിയതല്ലേ. അങ്ങനെ ഇഖാമത്ത് കൊടുത്തില്ല, ഇനിയൊന്നും പറ്റൂലല്ലോ. ആര് പറഞ്ഞു ദുആ പറ്റൂല? കാമിലായ ഉളു എടുത്തിട്ട് വന്നിട്ട് കിട്ടുന്ന ഒരു റക്അത്താണോ? അത് മതി.
വുളൂ ചുരുക്കൽ നിർബന്ധമുള്ള അവസ്ഥയല്ല. ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ വുളൂ ഫർളിൽ ചുരുക്കൽ സുന്നത്തുണ്ട്, നിർബന്ധമല്ല. ഫർളായ കാര്യങ്ങൾ മാത്രം കഴുകിയിട്ട് വരൽ സുന്നത്താണ്. വക്ത് നഷ്ടപ്പെടും, മുഴുവനായും കാമിലായ വുളൂ എടുത്തെന്ന് കണ്ടാൽ അപ്പൊ വുളൂ ഫർളിൽ മാത്രം ചുരുക്കിയിട്ട് പെട്ടെന്ന് വുളൂ എടുത്ത് വരൽ നിർബന്ധമാണ്. അല്ലാതെ ഈ സാധാരണ അവസ്ഥയിലൊന്നും പെട്ടെന്ന് വുളൂ എടുത്ത് നേർക്ക് നേരെ അതിന്റെ ഷർത്തും ഫർളും ശ്രദ്ധിക്കാതെ പോരേണ്ട ഒരു ആവശ്യമില്ല. തിരക്കുകൊണ്ടാണ് നഷ്ടപ്പെടുക. നിസ്കാരത്തിന് ശേഷം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ആയത്തുൽ കുർസി ഇമാം ഇങ്ങനെ ശരിക്കും അതിന്റെ ആയത്തുൽ കുർസിയൊക്കെ ഓതി തീരുമ്പോഴേക്ക് ആളുകൾ കാത്തിരിക്കാണ്. എന്താ മൂപ്പര് സുബ്ഹാനല്ലാഹ് പറയാത്തത്? ഇയാൾക്കെന്തോ ഒരു തിരക്കില്ലേ? നീ എവിടേക്ക് തിരക്ക്? എങ്ങോട്ട് പോകാനാ തിരക്ക്? എന്തിനാണ് ഈ തിരക്ക്? നീ സുബ്ഹാനല്ലാഹ് ചെല്ലിയാലോ 33 സുബ്ഹാനല്ലാഹ് ഇമാമിന്റെ തീരുമ്പോഴേക്ക് മറ്റേ ആൾ 99 കഴിഞ്ഞിട്ടുണ്ട്. ഹംദും കഴിഞ്ഞു, തക്ബീറും കഴിഞ്ഞു. തഹ്ലീലിന് അഫ്ളൽ ദിക്ർ പറഞ്ഞുകൂടി എന്നാണ് മറ്റേ പറഞ്ഞു. മൂത്തുകൾ നോക്കുന്നതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്യരുത്. മാല മറിക്കുന്നത് കൊണ്ട് മാത്രം ഇതൊക്കെ എണ്ണിക്കണക്കാകുന്ന അങ്ങനെയും കരുതണ്ട. അങ്ങനെ ഇല്ല. മാല എങ്ങനെയാണ് ശ്രീലൻ മറിച്ചാൽ ഒക്കെ അങ്ങനെ ഉണ്ട് എഴുതിക്കോളും. അങ്ങനെ തത്വമൊന്നുമില്ല. ദാക്കിരീങ്ങളിൽപ്പെട്ട ആളുകൾ, സദാ ദിക്റിൽ മുഴുകിയ ആളുകൾ, അവര് ദിക്ർ ചൊല്ലുന്ന സമയങ്ങൾ അല്ലാത്ത സമയത്ത് പതിവ് ദിക്റിലുന്നവരാണ്. മാലങ്ങനെ മറിച്ചാൽ ആ സമയത്തുള്ള ദിക്ർ ആ മറിക്കല് ദിക്റിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അല്ല നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ 99 കണക്കാക്കി മറിക്കുന്ന മറിയെ പറ്റിയല്ല പറഞ്ഞേ. തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടേണ്ട കാര്യങ്ങളിലോ അതിന് തിരക്കുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ദുആ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി ഇങ്ങ് പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അജിൽത അയ്യുഹൽ മുസല്ലി, ഓ നിസ്കാരക്കാരാ ബിസി ആയി പോയല്ലോ, തിരക്കായി പോയല്ലോ. ഹംദ് ചൊല്ലാൻ നിനക്ക് നേരല്ല, സ്വലാത്ത് ചൊല്ലാനും നിനക്ക് നേരല്ല. തുടക്കത്തിലും വേണം ഹംദും സ്വലാത്ത്, പ്രാർത്ഥനയുടെ ഒടുക്കത്തിലും വേണം. തങ്ങൾ പറഞ്ഞു കൊടുത്തു ഇദാ സ്വല്ലൈത, നിസ്കാരം കഴിഞ്ഞിട്ട് ഫഖഅത, നീ ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കണ്ടേ. ഫഹ്മദില്ലാഹ ബിമാ ഹുവ അഹ്ലു, അല്ലാഹു തആലാക്ക് ചെയ്യേണ്ട ഹംദ് നീ ചെയ്യണം. വസല്ലി അലയ്യ, എനിക്ക് നീ സ്വലാത്ത് ചൊല്ലണം. സുമ്മ ദുഉഹു, പിന്നെ അല്ലാഹുവോട് ദുആർക്കണം. നല്ല ദുആനല്ലേ ദുആ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. നാ ഒറ്റടിക്ക് പോരാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന് മാത്രം പോരാ. അതിന്റെ മുമ്പ് ആ ഒരു ദുആ മതി. പക്ഷെ അതിന്റെ മുമ്പ് ഹംദും സ്വലാത്തും വേണം, ശേഷവും വേണം ഹംദും സ്വലാത്തും. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തു. സുമ്മ സ്വല്ല ആഖിറു, വേറൊരാൾ വന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അതാ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഇങ്ങനെ ദുആർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാണ് ആ ദുആ. തങ്ങൾ പറഞ്ഞു അയ്യുഹൽ മുസല്ലി, ഓ നിസ്കാരക്കാരാ, ഉദ്ഉ, ദുആർന്നോളൂ, എത്രയും ദുആർന്നോളൂ, തുജബ്, ഉത്തരം നൽകപ്പെടും. കാരണം തിരക്കില്ലാതെ പരിഗണിക്കേണ്ടതൊക്കെ പരിഗണിച്ച ദുആയാണ് നിങ്ങളുടെ ദുആ. അതുകൊണ്ട് അതിന് ഉത്തരം ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോണ്ട് തൗബ എന്നുള്ളതിന്റെ പേരിൽ ഒരു കാക്കത്തോബ് നടക്കണം. തൊള്ളോണ്ട് മാത്രമുള്ള ഒരു പറച്ചിൽ, അതല്ലല്ലോ സത്യത്തിൽ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രം. നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും തൗബ കിട്ടും. നാവല്ല തൗബന്റെ അടിസ്ഥാനം. ആരോ പറഞ്ഞു നാവാ തൗബന്റെ അടിസ്ഥാനം? തൗബന്റെ അടിസ്ഥാനം മഹാന്മാരെ പഠിപ്പിച്ചത് എന്താ? ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല. നദാമത്ത് ഖേദം, അത് നാവുന്നല്ല ഖൽബിന്നാണ് ഖേദം. പള്ളിയിൽ വന്ന ഒരു അറാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന ഒരു അറാബി, അയാളങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി, ഇങ്ങനെ പറയുന്നു. ഇതിങ്ങനെ കേട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി, അറാബിയുടെ ഒരു നോട്ടം നോക്കി. അറാബി പറഞ്ഞത് തെറ്റൊന്നല്ല. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോ അറാബിനെ വിളിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന സുർഅത്തൽ ലിസാനി ബിൽ ഇസ്തിഗ്ഫാരി തൗബത്തുൽ കദ്ദാബീന. നാവോട് ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പരിപാടിയില്ലേ, അത് കദ്ദാബീങ്ങളെ തൗബയെന്ന്, കള്ളന്മാരെ തൗബ. നീ ഇപ്പൊ കാണിച്ച തൗബയില്ലേ, വ തൗബത്തുക ഹാദിഹി തഹ്താജു ഇല തൗബ, ഈ തൗബക്ക് വേറെ തൗബ ചെയ്യേണ്ടി വരും. ഇപ്പൊ ചെയ്തേ. കാരണം ഇത് വെറും നാവോണ്ടുള്ള ഇങ്ങനെ അടിച്ച് മിന്നി പറയലാണ്.
അപ്പൊ അറാബി ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ വമാ ഹിയ തൗബ, എന്താണ് അമീറുൽ മുഅ്മിനീൻ തൗബ എന്ന് പറഞ്ഞാൽ? മഹാനവർകൾ പറഞ്ഞു, തൗബക്ക് 6 ആശയങ്ങൾ പറഞ്ഞു തരാം. അത്തൗബത്തു ഇസ്മുൻ യഖഉ അലാ 6 മആൻ, 6 അർത്ഥങ്ങളുടെ മേൽ തൗബ സംഭവിക്കും. 1 അലൽ മാളി മിനദ്ദുനൂബി ബിന്നദാമ, കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദമുണ്ടാകണം. ഒന്നാമത്തെ അർത്ഥം അതാണ്, കഴിഞ്ഞുപോയ പാപങ്ങളിൽ ഖേദം. അത് നിന്റെ നാവിലല്ല, നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് മനസ്സിന് ഖേദമുണ്ടോ? ശരി, പക്ഷേ നിന്റെ വേഗത കാണുമ്പോൾ ആ വേഗതയിലേക്ക് നിന്റെ മനസ്സെത്തിയിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു, അത് വെറും നാവിന്റെ പണിയാണ്. നീ തൗബയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് പോരാ, മനസ്സിൽ ഖേദം വേണം. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഫർളുകൾ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ട ഫർളുകളില്ലേ, അതൊക്കെ വീണ്ടെടുക്കണം. നോമ്പ്, നിസ്കാരം, സക്കാത്ത്, എന്തെല്ലാം ഫർളുകളുണ്ട് നഷ്ടപ്പെട്ടത്, വീണ്ടെടുക്കണം. അതൊക്കെ ചെയ്യണം. നിസ്കാരം മടക്കാതെ തൗബ. നിസ്കാരം കുറെ പെരടിയിൽ വെച്ചിട്ട് തൗബ. അല്ലാഹു തആല അങ്ങോട്ട് പുറത്തു വന്നിട്ട് ശരിയാക്കുന്നു, അത് വിട്ടണം. റദ്ദുൽ മലാലിം, ബാധ്യതകൾ തിരിച്ചു കൊടുക്കണം. ഇതെല്ലാം ബാധ്യതകളുണ്ട് പെരടിയിൽ കൊടുക്കേണ്ടത്, പല ബാധ്യതകളുണ്ട്. അല്ലാഹു ഒക്കെ പൂർത്തീകരിച്ചു തരട്ടെ, ഇതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം. നിന്റെ ശരീരത്തെ ദോഷത്തിൽ നീ പോറ്റി വളർത്തിയതുപോലെ ആരാധനയിൽ ആ ശരീരത്തെ നീ ഉരുക്കിക്കളയണം. നിന്റെ ശരീരത്തിന് നീ സൗന്ദര്യമാക്കിയത്, നിന്റെ ശരീരത്തിന് നീ പരിശീലിപ്പിച്ചത് മഅസിയത്താണ്, കുറ്റമാണ്. അതിന് നേരെ മറുപുറം ഇനി നിന്റെ ശരീരത്തെ നീ ഉരുക്കി വാർത്തിയെടുക്കേണ്ടത് ത്വാഅത്തിലാണ്, ആരാധനയിലാണ്, പുണ്യകർമ്മങ്ങളിലാണ്. 5ാമത്തെ ആശയം, വൈദാഖതുഹാ മറാറത്ത ത്വാഅതി കമാ അദഖതഹാ ഹലാവത്തൽ മാസിയ, നിന്റെ ശരീരത്തിന് ദോഷത്തിന്റെ മധുരം നീ നൽകിയതുപോലെ ആരാധനയുടെ കയ്പ് നീ രുചിപ്പിക്കണം. ആരാധനയുടെ കയ്പ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദേഹേച്ഛയെ പിടിച്ചു വെച്ച് ശരീരത്തെ പിടിച്ചു കൊണ്ടുവന്ന് ആരാധനക്ക് തപസ്സിരുന്നു. അതാ പറഞ്ഞത്. നല്ല തണുപ്പാണ്, ഉറങ്ങാൻ നല്ല സുഖമാണ്. കാമിലായ വുളു എടുത്ത് നേരത്തെ എണീറ്റ് നിസ്കരിക്കുന്നതോടൊപ്പം ജമാഅത്തിന് തന്നെ പോവുക, തണുപ്പ് സഹിച്ചു. എന്നാൽ നമ്മളെ നാട്ടിലെ ഈ തണുപ്പല്ല. തണുപ്പുള്ള പ്രദേശങ്ങൾ പോയി നോക്കൂ, അപ്പൊ നമ്മളെ ഹാലെന്തായിരിക്കും? തണുപ്പ് കൂടുതലുണ്ട് ചിലപ്പോൾ മൂത്രം തന്നെ ഒഴിക്കൂല, കാരണം ആ തണുത്ത വെള്ളം കൊണ്ട് കൈകണ്ടിരുന്നിട്ട് അത്രയും വലിയ തണുപ്പല്ലേ പല ഭാഗത്ത്. ഇവിടെ തണുപ്പുണ്ടോ? ആളുകൾ അങ്ങനെ പറഞ്ഞു, എന്താ സുബീന്റെ മാത്രം കാണാത്ത തണുപ്പാണ് പോ. അത് സഹിക്കണം, ചൂടും സഹിക്കണം. ചൂടായിട്ടേ രാത്രിയൊക്കെ അങ്ങനെ ചൂടുകാലായിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ ഒരു 3 മണിക്കാണ് ശരിക്കും ഉറക്കം കിട്ടും, കുറച്ച് തണുപ്പോട് വന്നിട്ട്. അതുകൊണ്ട് സുബി ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെയാകരുത്. അപ്പൊ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരാധനയുടെ കയ്പ് നീര് ശരിക്കും ശരീരത്തിന് അങ്ങോട്ട് രുചിപ്പിക്കും. അതിന് വിട്ടുവീഴ്ച കൊടുക്കാതിരിക്കുക. അവസാനമായി മഹാനവറുകൾ എണ്ണി പറഞ്ഞു, വൽ ബുകാഉ ബദല കുല്ലി ളിഹ്കിൻ ലഹിഖ്തഹു, നീ എത്ര ചിരിച്ചിട്ടുണ്ടോ ആ ചിരിക്ക് പകരമൊക്കെ കരച്ചില് വേണം. തൗബക്ക് മഹാനവറുകൾ അർത്ഥമാക്കിയ 6 അർത്ഥങ്ങളാണ്. ചെറിയ അർത്ഥങ്ങളല്ലത്, വലിയ അർത്ഥങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ തൗബക്ക് അർത്ഥമാക്കിയ ഈ അർത്ഥമനുസരിച്ച് നമ്മൾ കൂട്ടി നോക്കുമ്പോ, നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ, ഇതാണ് സത്യത്തിൽ ശരിയായ നിലക്കുള്ള തൗബ. ഈ തൗബക്കാണ് ശരിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രാധാന്യമുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനുഷ്യന്റെ ധൃതി കൊണ്ട്, തിരക്കുകൊണ്ട് പറഞ്ഞങ്ങ് തീർത്താ പോരാ. ധൃതിപ്പെട്ട് കൂട്ടിയിട്ട് അമലുകൾ ബാത്തിലാക്കരുത്, ഓത്ത് ബാത്തിലാക്കരുത്, നിസ്കാരം മുടക്കരുത്, ദിക്ർ പാഴിവേലയാക്കരുത്. ചെയ്യുന്ന അമലം അതിനൊരു തെർത്തീബുണ്ട്, ആ തെർത്തീബ് അനുസരിച്ച് തന്നെ ചെയ്യണം. വക്കാനൽ ഇൻസാനു അജൂല, മനുഷ്യന് ധൃതി കൂടുതലുള്ളത് കൊണ്ട് എങ്ങനെങ്കിലൊക്കെ കഴിച്ചു കൂട്ടിയാൽ മതി എന്ന ചിന്തയാണ്. അങ്ങനെയാകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ.
നമ്മുടെ കാര്യങ്ങൾ. ധൃതി വേണം ചില സന്ദർഭങ്ങളിലൊക്കെ. പിശാചിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചില വിഷയങ്ങളിലൊക്കെ ധൃതി ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിലാണെങ്കിൽ നമുക്ക് ധൃതിയില്ല. തിരക്ക് കൂട്ടിയിട്ട്, വേഗത കൂട്ടിയിട്ട്, തിടുക്കം കൂട്ടിയിട്ട്, ധൃതിപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ട് വലിയ ഖേദാണ് അവസാനം ഉണ്ടായിത്തീരും, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള നിലക്ക്. അതുകൊണ്ടാണ് അറബികൾ പൊതുവെ പറയും ഈ കാര്യത്തെപ്പറ്റി, ധൃതി നിങ്ങൾ സൂക്ഷിക്കണം. ധൃതിക്ക് അറബികൾ പറയുന്ന പേര് ഉമ്മുന്നദാമാത്ത് എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് എത്തി. ഇൻഷാ അല്ലാഹ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ സദസ്സിലേക്ക് വരും. ഉമ്മുന്നദാമാത്ത്, ദുഃഖങ്ങളുടെ, ഖേദങ്ങളുടെ മാതാവ്, ദുഃഖങ്ങളുടെ മാതാവ്. അതെങ്ങനെയാ ദുഃഖങ്ങളുടെ മാതാവാകുന്നത്? പെട്ടെന്ന് ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങനെ പറയണ്ടില്ലേന്നല്ലേ, അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, പിന്നെ ഖേദിക്കാം. പെട്ടെന്നായപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞുപോയി, പെട്ടെന്നായപ്പോ നമ്മൾ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ വേണ്ടില്ലായിരുന്നു. അവസാനം വരുന്നത് എന്താ? നദാമത്ത്, ഖേദാണ്. അതുകൊണ്ടാണ് അതിന് ഉമ്മുന്നദാമാത്ത്, ഖേദങ്ങളുടെ മാതാവ് എന്ന് പേര് വെച്ചത്. എന്നാൽ ചില വിഷയങ്ങളിൽ ധൃതി പരിഗണിക്കണം. അതേതാ? അതൊന്ന് അദാഉസ്സലാത്തി ഇദാ ദഖലൽ വഖ്ത്, സമയമായാൽ ഉടനെ നിസ്കാരം നിർവഹിക്കണം, ചിന്തിക്കരുത്. കാരണം സമയമായിട്ട് നിസ്കരിക്കേണ്ട ഒരു സമയം എത്തിയിട്ട് നിസ്കരിക്കാതെ മരണപ്പെട്ടു പോയാൽ അത് വലിയൊരു വിഷയമാണ്. ചിന്തിക്കരുത്. സമയമായാൽ ഉടനെ നിസ്കരിക്കുക. തിരക്ക് പിടിച്ച യുദ്ധത്തിലാണെങ്കിൽ പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ സമയമായാൽ ഒരു വിഭാഗത്തോട് നിസ്കരിക്കാൻ പറയും. ഇപ്പുറത്ത് മറ്റുള്ളവർ കാത്തിരിക്കും, ആ നിസ്കരിച്ചു വരുന്നവരെ. പിന്തിച്ചാൽ ഒരു പക്ഷേ മറന്നുപോകാനും ചാൻസ് ഉണ്ട്, വിട്ടുപോകാനും സാധ്യത ഉണ്ട്. അങ്ങനെ ആകരുത്. ടൈം ആയിക്കഴിഞ്ഞാൽ ഉടനെ നിസ്കാരം നിർവഹിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തിന് വരാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലൊക്കെ 20 മിനിറ്റും മറ്റൊക്കെ സമയം വെച്ചത്. അതുകൊണ്ട് അവലോക്ത് പോകുന്നില്ല, അവലോക്തോ കിട്ടും. ആദ്യ സമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കുക, എന്നാ പിന്നെ നഷ്ടപ്പെട്ടു പോകില്ല. എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് പിറകോട്ട് വെച്ചാൽ പലപ്പോഴും അവസാന സമയത്തേക്ക് അങ്ങോട്ട് നീക്കിയിട്ട് തിരക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മുനാഫിക്കിന്റെ നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തി, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്. ഏത് നിസ്കാരം? ഉച്ചഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വാച്ചിലേക്ക് നോക്കിയപ്പോൾ മഗ്രിബോട് അടുത്തിട്ടുണ്ട് സമയം. പെട്ടെന്ന് നിസ്കരിച്ചില്ലെങ്കിൽ, അതായത് പെട്ടെന്ന് കുത്തി മറിഞ്ഞിട്ടില്ലെങ്കിൽ അസ്ർ കിട്ടൂല. തങ്ങൾ പറഞ്ഞു, അങ്ങനെ അവനൊന്ന് നിസ്കാരത്തിലേക്ക് കോഴി കൊത്തും പോലെ 3-4 കൊത്തു കൊത്തുന്നു. ആ നിസ്കാരത്തെ പറ്റി തിൽക സ്വലാത്തുൽ മുനാഫിഖ്, സമയം എമ്പാടുണ്ട്, തള്ളി നീക്കി 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 അങ്ങനെ കൊണ്ടുപോയി ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി എന്ന് കണ്ടപ്പോ ഒരു കുത്തിമറിയല്. അത് പൂർണ്ണമായും അശ്രദ്ധയിലായിട്ടുള്ള നിസ്കാരമാണ്. അതിന്റെ ഖേദം പിന്നീട് അറിയുന്നത് നിസ്കാരമൊന്നും ഏടിലില്ലല്ലോ എന്ന് മറിച്ചു നോക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. കുടുങ്ങരുത്. സമയമായാൽ ഉടനെ നിസ്കരിക്കണം, പിന്തിക്കരുത്. പിന്തിച്ചാൽ ഒരു പക്ഷേ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, മറ്റു പല വഴിക്കും പോകാം. രണ്ടാമത്തെ കാര്യം ദഫ്നുൽ മയ്യിത്ത് ഇദാ ഹളർ, മരിച്ച ആള് ഹാജറായാൽ പെട്ടെന്ന് മറവയ്യണം നിസ്കാരം കഴിഞ്ഞിട്ട്. അതങ്ങനെ രാത്രി വെച്ച് 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 എവിടുക്കാണ്. ചില സ്ഥലത്തൊക്കെ ആരാ വരാള്, ആരും വരാനൊന്നുമില്ല. പിന്നെന്താ, മരിച്ച രാത്രിയല്ലേ, രാത്രി തന്നെ കൊണ്ടിട്ട് എങ്ങനെ മറവയ്യണം? രാത്രി മറവെയ്തിട്ടെന്ന ഖബറൊടുങ്ങി പോവും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്ത് രാത്രിയല്ലേ? വദുഫിന അബൂബക്കറിൻ ലൈലൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു മറവ് ചെയ്തത് രാത്രിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മറവ് ചെയ്തത് രാത്രിയാണ്. കുഴപ്പമൊന്നുമില്ല രാത്രി എഴുതിയിട്ട്. മാത്രമല്ല, ഓതാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെയും മുസാഫും പിടിച്ച് ഉറങ്ങിയിട്ട് മുസാഫൊന്നായിട്ട് മയ്യത്തിന് മേൽക്ക് വീഴുകയാണ്. അത് അതിനേക്കാളും വലിയ മുസീബത്താണ്. സമയവും സൗകര്യവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്തിച്ചെന്ന് വരും. മരിച്ച് എന്താ മയ്യത്തെടുക്കാത്ത? നാളെ രാവിലെ ഒരാൾ ഫ്ലൈറ്റിന് വരുന്നു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്തിച്ചു വെക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല.
എത്ര പെട്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്യാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് വളരെ അടുപ്പമുള്ള സ്വഹാബി. ആ സ്വഹാബിന്റെ വീട്ടിൽ തങ്ങൾ വന്നു. അവസാന ഘട്ടത്തിൽ മരിക്കുന്ന ആ സന്ദർഭത്തിൽ തങ്ങൾ വന്നപ്പോ തങ്ങൾ പറഞ്ഞു, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവുകയാണ്. ഫൈദാ തൂഫിയ അജ്ജിലൂ ബിഹി, മരണം നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പെട്ടെന്ന് ചെയ്യണം. ചില സ്ഥലത്ത് കുളിപ്പിക്കാൻ തന്നെ മണിക്കൂർ കഴിഞ്ഞിട്ട്. എന്തിനാ അങ്ങനെ വെക്കേണ്ട ആവശ്യം? അതിന് നമ്മളെ നാട്ടിലെ അറേബ്യയിലൊക്കെ സ്വീകരിക്കണ നിലപാടാ സ്വീകരിക്കേണ്ടത്. അതാണ് ശരിയും. തങ്ങൾ പറഞ്ഞു, ഫൈന്നഹു ലാ യംബഗി ലിജീഫത്തി മുസ്ലിമിൻ അൻ തുഹ്ബസ ബൈന ളുഹ്റാനി അഹ്ലിഹി. ഒരു മുസ്ലിമിന്റെ ശരീരം ഇങ്ങനെ കുടുംബത്തിന്റെ ഇടയിൽ തടഞ്ഞു വെക്കാൻ പാടില്ല. അത് പെട്ടെന്ന് സ്വസ്ഥമായി കൊടുക്കണം. കൊണ്ടുപോയി അതിനെ മറവ് ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുകൊടുക്കണം. അങ്ങനെ കാത്തിരിക്കാൻ പാടില്ല. മാത്രല്ല, അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു പക്ഷേ സമയത്തോട് സമയമെടുത്താൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ചെലവും ചോരയും മറ്റു പലതും പുറത്തേക്ക് വരും. അതാ മനുഷ്യനൊരു മാനക്കേടാണ്. കിടക്കുന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞാൽ പോലെ അയാൾ പറയും, ഏതെങ്കിലും ഒരാളോട് സ്വകാര്യമായിട്ട് ആരോടും പറയണ്ടെന്ന് പറയും. അയാളും അടുത്ത ആളോടും സ്വകാര്യമാണെങ്കിൽ ആരോടും പറയണ്ടാറ്. പിന്നെ ഒന്നായിട്ട് പൊതുകാരിയായി മാറി. കാതിലൂടെ പറഞ്ഞ് ലാസ്റ്റ് സമയത്തെ ആ കഫംപുട ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ചോരയും ജലമൊക്കെ വന്നിട്ടുണ്ട്. ആരാ ഉത്തരവാദികൾ? ഇവിടെ ഇതിനെ പിന്തിപ്പിച്ചത് ആരാ? അവരെന്നെ ഉത്തരവാദി. എന്തെങ്കിലുമൊക്കെ ഒരു കേസിൽ പെട്ടിട്ട് ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അല്പം വൈകിന്ന് വരും. അതാ നിയമങ്ങൾ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയാണ്. സാധാ മരണം കഴിവിന്റെ പരമാവധി പെട്ടെന്ന് നിസ്കാരം നിർവഹിച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉടനെയാക്കി. ആ കുളിപ്പിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് ഓതിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുളിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ മണിക്കൂർ കണക്കിന് ഓതൊന്നുമില്ലല്ലോ. മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ തോനെയുണ്ടെങ്കിൽ ആ നിസ്കരിക്കുന്നവർക്ക് വേണ്ടി ഘട്ടം ഘട്ടമായി ഒന്ന് കാത്തുനിന്ന് പിന്നെ പെട്ടെന്ന് മറവ് ചെയ്യണം. കൂടുതൽ കാത്തിരിക്കാൻ പാടില്ല. സ്വഹാബത്ത് എത്ര പേരാണ് രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയാതെ സ്വഹാബത്ത് ഖബർ കുഴിച്ച് മറവേദിന്റെ ശേഷം നിങ്ങൾ എന്താ എന്നെ വിളിക്കാതിരുന്നെന്ന് വെച്ചപ്പോൾ തങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് ആ ഖബറൊന്ന് കാണിച്ചു തരും. തങ്ങൾ ആ ഖബറിന്റെ അടുത്ത് എഴുതുമായിരുന്നത്. ആരാണത്? ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ്. അവരെ പോലും ഈ പിറ്റേന്നൊരു പകലിലേക്ക് പിന്തിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിന് നമ്മളെ സാധുക്കളായ പരമസാധുക്കളായ നമ്മുടെ ശരീരം ഇങ്ങനെ വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് അത് വേഗത്തിലാക്കാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്തുള്ളത് കൊണ്ട് ഉച്ചനേരത്തും പകൽ നേരത്തൊന്നും മറവ് ചെയ്യാതെ മഗ്രിബാകുന്നതിലേക്ക് പിന്തിപ്പിച്ചു. മഹദി നേരത്തെ കൊടുത്ത വസിയത്താണ്, എന്നെ രാത്രിയെ മറവ് ചെയ്യാവൂ, പകല് മറവ് ചെയ്യരുത്. അതാ മഹദിയുടെ സൂക്ഷ്മതയാണ്. പകല് സമയത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലെ മയ്യത്ത് കട്ടിലൊന്നുമില്ല. അപ്പൊ പലകയുടെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ ശരീരത്തിന്റെ രൂപം ഏതെങ്കിലും ആളുകൾ കണ്ടാലോ എന്ന് കരുതിയിട്ടുള്ള ഹയാവ് കൊണ്ട് ഒന്ന് വൈകുന്നേരം രാത്രി ആയിക്കോട്ടെ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അല്ലാതെ പിന്തിപ്പിക്കപ്പെടാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അതിലും അശ്രദ്ധ ഉണ്ട്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. തസ്വീജുൽ ബിക്രി ഇദാ അദ്റകത്. വിവാഹം കഴിക്കാൻ സമയമായ പുരുഷന്മാരെയും സ്ത്രീകളെയും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടണം. അതിന്റെ പക്വമായ സമയത്ത് പിന്നെയും പിന്തിപ്പിക്കാൻ പാടില്ല. നഷ്ടാണ്. ആ കാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? വേഗം അതിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി ചെയ്യണം. എന്താ നിങ്ങളെ പുരയിലെ പെൺകുട്ടിനെ ഓളെ കെട്ടിക്കണം, എന്താ ഇപ്പൊ കെട്ടിക്കാത്ത? ഇനി ഒരു 5 വർഷത്തെ കോഴ്സ് കൂടി ഉണ്ട്. ഇപ്പൊ എത്രയും വയസ്സ്? ഇപ്പൊ 20 ആയിട്ടേ ഉള്ളൂ. ഇനി 5 വർഷത്തെ കോഴ്സ് കൂടി കഴിയുമ്പോൾ 25 വയസ്സാകൂലേ? എത്ര പിന്തിക്കും? ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ബാധകമാണ്. ചില രക്ഷിതാക്കളുണ്ട്, പെൺകുട്ടികളൊക്കെ അതിന്റെ തർത്തീവിൽ പോകും, ആൺകുട്ടികൾ അങ്ങനെ എന്താ അങ്ങനെ? അവരെയും വേണം ടൈമിൽ തന്നെ. അവർക്കൊത്ത ഒരു പക്വതയുടെ പ്രായമുണ്ട്. അതിനനുസരിച്ച് പിന്നെയും വൈകിപ്പിക്കരുത്. വൈകിപ്പിച്ചാൽ പിന്നെ ആ പേരക്കുട്ടികളുടെ കൂടെ കൂടുതൽ കാലം കഴിയാൻ നമുക്ക് കഴിയില്ലല്ലോ. അതൊരു നഷ്ടം തന്നെയല്ലേ. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു എത്ര വയസ്സ്? 21 വയസ്സ്. നമ്മളൊരാൾ 21 വയസ്സിലോ പെണ്ണിട്ട് 21 വയസ്സിലോ പെണ്ണ് കെട്ടിക്കുക. എന്താ പെണ്ണിട്ട്?
ആളുകളെ അജബോടെ ചോദിക്കാണ് വേറെന്തൊരു സംഭവിച്ചതുപോലെ. അതിന് കാര്യവും ശേഷിയും ഒക്കെ ഉണ്ടെങ്കിൽ വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മഹർ കൊടുക്കാനുള്ള കാശ് ഓൻ ഉണ്ടാക്കട്ടെ എന്ന് ചില വാപ്പാന്. പിന്നെ ഈ വാപ്പാനടുത്തുള്ള പൈസക്ക് എന്തിനാണ്? പൂത്ത് വെക്കാനാണ്. അയാൾക്ക് ചെലവ് കൊടുക്കാനും മഹർ കൊടുക്കാനുള്ള കാര്യം ശേഷിയൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന അക്കൗണ്ടിലുള്ള ആ പണക്കണ് വലിച്ചെടുക്കട്ടെ. അതുകൊണ്ട് മഹർ കൊടുക്കട്ടെ, ജോലി എത്തുന്ന സമയം വരെ വല്യാപ്പ ചെലവണ് കൊടുക്കട്ടെ. എന്താ അതിന് കുറവ്? ഇനിയിപ്പോ അങ്ങനെ 10 കൊല്ലമായിട്ട് ജോലി എത്തിയില്ലാന്ന് നോട്ടി കിട്ടേ അളക്കെ നിൽക്കുക ഒരു മരമായിട്ട് എങ്ങനെ? പിന്നെ അള്ളാഹുത്തേല ഈ വാപ്പ് കൊടുത്ത സ്വത്തെന്തിനാ? അത് ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് സമ്പത്ത് എന്ന് പറഞ്ഞത്. ആവശ്യ നേരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ആവശ്യത്തിന് പിശുക്കി വെക്കാനുള്ളതാണ്. പിന്നെ ആ സമ്പത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഉണ്ട് സമ്പത്ത്, പക്ഷെ ഒന്നും അനങ്ങൂല. എന്താ സമ്പത്തുകൊണ്ട് പ്രയോജനമുള്ളത്? അപ്പൊ ഒരു മകൻ ചോദിക്കണം വാപ്പാനോട്, ഇപ്പൊ എൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ എന്നോട് കല്യാണം കഴിക്കാനും പറയുന്നുണ്ട്, എനിക്കതിന്റെ ടൈമും ആയിട്ടുണ്ട്, എല്ലാരും പറയും ടൈമും ആയിട്ടുണ്ട്, മഹർ വാങ്ങാനുള്ള കാശ് നിങ്ങൾ തരും. ആരോടാ? ഉള്ള ആളോടാ ചോദിക്കുന്നത്. അപ്പൊ ആ പറയാം, മഹർ വാങ്ങാനുള്ള കാശ് ഞാൻ തരാം, പക്ഷെ കടായിട്ടേ തരുള്ളൂ. പിന്നെ സഹോദരങ്ങളെ, ഈ സമ്പത്ത് സന്താനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഈ ഒരു നല്ല കാര്യത്തിലില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സമ്പത്ത്? അവരെ പൈസ കൊണ്ട് തന്നെ മഹർ വാങ്ങണമെന്ന് നിബന്ധന ഉണ്ടോ? അങ്ങനെ ഇസ്ലാമിന് നിബന്ധന ഒന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ തങ്ങൾ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത മഹർ നിങ്ങൾ നോക്ക്. ആരാണ് ആ മഹർ കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി എടുത്ത് സമ്പാദിച്ചു കൊടുത്ത മഹർ അത് അല്ല. മറ്റൊരുപാട് സ്വഹാബിമാർക്ക് വിവാഹം ചെയ്യാനുള്ള മഹർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര കൊടുത്തിട്ടുണ്ട്? സ്വഹാബത്ത് കൂടിയിട്ട് പിരിവെടുത്ത് കൊടുത്തിട്ടില്ലേ മഹർ? വിവാഹത്തിന് ആവശ്യമായ ചെലവുകളും മറ്റുമൊക്കെ രക്ഷിതാക്കളുടെ കയ്യിൽ, ഉപ്പമാരുടെ കയ്യിൽ, ഉമ്മമാരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സന്ദർഭമാണിത്. അല്ലാതുള്ള സ്വത്ത് മുഴുവനും അനന്തര സ്വത്ത് മാത്രമായിട്ടേ മാറാവൂ. അങ്ങനെ നിബന്ധന ഒന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് സമയമായാൽ അത് പിന്നെ വൈകിപ്പിക്കരുത്. വലിയ ദോഷങ്ങൾ അതിന്റെ പിന്നിൽ വരും. നാലാമത്തെ കാര്യം, അതും സമയമായാൽ നേരമായാൽ പിന്തിപ്പിക്കാതെ കടം വീട്ടുക. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരട്ടെ. നേരമായിട്ടും അവസരമെത്തിയിട്ടും വീട്ടാനുണ്ടായിട്ടും പിന്നെ എന്ന് പറഞ്ഞ് പിന്തിപ്പോകരുത്. കഴിവിന്റെ പരമാവധി വേഗം വീട്ടാൻ വേണ്ടി ദ്വാർക്കുകയും അധ്വാനിക്കുകയും ഒരുമിച്ച് കൂട്ടി വെക്കുകയും വേഗം വീട്ടുകയും ചെയ്യും. ഒരാൾക്ക് അതിന് കഴിവും ശേഷിയൊന്നും എത്തില്ല, അതിന്റെ സമയവും സൗകര്യമൊന്നും ഉണ്ടായില്ല, അയാൾ അധ്വാനിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആ കടങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പെട്ടെന്ന് വീട്ടണം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് അവന്റെ മേലുള്ള ബാധ്യതകളിൽ നിന്ന് ആദ്യം ആ മനുഷ്യനെ ഒഴിവാക്കണം. അതിന് 40 കഴിയാൻ കാത്തിക്കൊന്നും വേണ്ട. നേരെ പിറ്റേന്ന് കഴിയോ, അന്ന് തന്നെ കഴിയോ, അത്രയും സുഖം. അതും വീട്ടേണ്ടത് തന്നെയാണ്. അതിഥി വന്നാൽ ഭക്ഷണം കൊടുക്കൽ വേഗത്തിലാക്കണം, വൈകിപ്പിക്കാൻ പാടില്ല. അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്നറിയാം, നാട്ടില് സൽക്കാരം എന്ന് പറഞ്ഞ് വിളിക്കും. സൽക്കാരത്തിനൊന്നും ഞാൻ പോകില്ല, ആരും വിളിക്കും വേണ്ട, വരൂല. സൽക്കാരം എന്നിട്ട് നമ്മൾ സൽക്കാരത്തിനവിടെ പോയിരിക്കുകയാണ്. വർത്താനങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ദേശീയ വർത്താനത്തിലേക്ക് പോയി, പിന്നെ രാഷ്ട്രീയ വർത്താനം ഒക്കെ കഴിഞ്ഞു. കാരണം എന്താ, സൽക്കാരത്തിനുള്ള ഏതോ ഒരു ഫുലാനാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. ഈ വന്ന ആൾക്കാരെങ്ങനെ ചുണ്ടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ചായയും വെള്ളവും കുടിച്ചിട്ട്. എന്നിട്ട് സൽക്കാരത്തിന് വന്ന ആദ്യത്തെ ടീം വന്നത് 12 മണിക്കാണ്. സൽക്കാരത്തിന് ചോറ് ഒരുത്തനും കൂടി വരാണ്ടെന്ന് കാത്തുന്നത് 2:30 വിളമ്പണം. വന്നവർക്ക് ആ തീന്മേശയിൽ കൊടുക്കണം, പിന്നുള്ള ആൾക്ക് വന്നിട്ട് കൊടുക്കണം. എല്ലാരും വന്നിട്ടേ വിളമ്പാവുന്നുണ്ടോ? അതിഥി വന്നാൽ നേരം വൈകിപ്പിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക സ്വീകരിക്കും. അതിഥികളായി വന്ന ആൾക്കാരോട് ഒരു സലാം മാത്രം പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുക്കളേക്ക് അങ്ങ് പോയി. നിങ്ങളെ നാടേതാണോ, നിങ്ങളെ വീടേതാണോ, നിങ്ങൾ എന്തിനാ വന്നതെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. സലാം പറഞ്ഞ് വേഗം അടുക്കളേക്ക് അങ്ങോട്ട് പോയി. 1-ാം നമ്പർ ഒരു കാളക്കുട്ടിയെ നന്നായി ചുട്ടെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ചുട്ട മഷ്മീൻ ഷവായൊന്നും അന്നുണ്ട്, ഇന്ന് മാത്രമൊന്നുമല്ല. ചുട്ട് റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഒരു പീസല്ല, മൊത്തം. അതിഥികളായി ഗസ്റ്റുകളായി വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ആദരവെന്താ? കൊണ്ടുവന്ന ഭക്ഷണം ഫുള്ള് അവരെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്നാ.
അത് മൊത്തമായിട്ട് അവർ കഴിക്കുന്നു, പേടിക്കേണ്ട, അങ്ങനെ ആരും കഴിക്കുന്നില്ല. എന്തിനാ മൊത്തമായിട്ട് അവരെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്? മൊത്തം കൊടുത്തിട്ട് അവരെ സൽക്കരിച്ച ഒരു ബറക്കത്ത് അത് കിട്ടാനാ. മൊത്തമായിട്ടൊന്നും ആരും കഴിക്കൂല. ആരതൊന്നായിട്ട് കഴിക്കണേ, എന്ത് വള്ളത്, അങ്ങനൊന്നും കഴിക്കൂല. അവർക്ക് പാകത്തിന് കഴിക്കുള്ളൂ. പക്ഷെ വിളമ്പുമ്പോ റാഹത്തോടെ അവരെ ഭക്ഷണവും നീങ്ങും. ഇതിപ്പോ സംഗതി ഇപ്പൊ ഞാൻ അവിടുത്തുള്ള അപ്പനെ അടുക്കളയുള്ള ആൾക്കും കൂടിയും ഉള്ളതായിരിക്കോ ഈ കൊണ്ടുവന്നത് പടച്ചോനെ, അതുകൊണ്ട് നിശ്ചയിച്ചതിനേക്കാളും കുറച്ചുകൂടി കമ്മിയാക്കി കഴിക്കാം എന്ന് ചിന്തിച്ചാൽ ഉദ്ദേശിച്ച ആൾ ഉദ്ദേശിച്ച പോലെ ഭക്ഷണം കഴിച്ചു റാഹത്ത് കിട്ടൂല. അപ്പൊ തീന്മേശയിൽ നിറഞ്ഞു നിന്നാലോ, ഓ ആ ഭക്ഷണം കാണുമ്പോ തന്നെ റാഹത്താണ്, ഇനി ഇഷ്ടം പോലെ ഒരു പാകത്തിന് എങ്ങനെയും ഭക്ഷണം കഴിക്കാം. മൊത്തം അവർ തിന്നു. ആ ഭക്ഷിച്ചതിൽ വീട്ടുകാർക്ക് കൂടി അതിന്റെ ഒരു ബറക്കത്ത് ലഭിക്കാൻ മൊത്തമായിട്ടാ കൊണ്ടുവന്ന് കൊടുത്തത്. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഭക്ഷിക്കാതെ നിന്നപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ചത്. എന്താ ഇപ്പൊ ഭക്ഷണത്തിൽ വല്ല തകരാറും പറ്റിയോ, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഇവർക്ക് പറ്റായ്മയുണ്ടോ? അലാ തഅ്കുലൂ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? അപ്പോഴാണ് അവർ പറഞ്ഞത്, പേടിക്കേണ്ടതില്ല, ഞങ്ങള് നിങ്ങളെ ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങള്. അവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണ്. പോകുന്ന വഴിയിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. ഞങ്ങൾ പോകുകയാണെന്നും പറഞ്ഞ് അവര് പോവുകയാണ്. എന്നാലും ഭക്ഷണം വിളമ്പി സൽക്കരിച്ച് ആദരിച്ചതിന് ആ വീട്ടുകാർക്ക് മലക്കുകൾ ദുആ ചെയ്തു കൊടുത്തു. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഓ കുടുംബമേ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള ദുആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിന് മൊത്തത്തിന് ബറക്കത്തിന്. എത്ര പെട്ടെന്നാ നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞത് ഒരിക്കലും താമസിച്ചിട്ടില്ല. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ, പെട്ടെന്ന് കുടുംബത്തിലേക്ക് പോയി, ഭാര്യന്റെ അടുത്തേക്ക്, സാറാ ബീവി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ശരിയാക്കി കൊണ്ടുവന്നു കൊടുത്തു. വൈകിപ്പിക്കാൻ പാടില്ല. ആറാമത്തെ കാര്യം തഅജീലു തൗബതി ഇദാ അദ്നബ, തൗബയെ വേഗത്തിലാക്കണം. തെറ്റ് സംഭവിച്ചു പോയാൽ ഉള്ള പശ്ചാത്താപം അത് വൈകിപ്പിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് വേഗത്തിലാക്കി നിർവഹിക്കണം. തെറ്റ് സംഭവിച്ചു പോയാൽ ഖേദത്തോടുകൂടെ അള്ളാഹുവിനോട് നടത്തുന്ന മോചന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, അതിന് ഇനിയും റമദാൻ ആകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു കാലമാകട്ടെ, മറ്റൊരു സന്ദർഭമാകട്ടെ എന്ന് കരുതി വൈകിപ്പിക്കാതെ പെട്ടെന്ന് അത് നിർവഹിക്കുകയും തൗബ സ്വീകരിക്കുകയും വേണം. അവസാനം കുറച്ചുകൂടി ടൈമുണ്ട്, പ്രായമുണ്ട്, വയസ്സുണ്ട് എന്ന് കണ്ടിട്ടും വൈകിപ്പിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ച വിഷയമാണ് ഇവിടെ ഇമാമിയങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞത് സാവകാശം സ്വീകരിക്കണം. ആയത്തിന്റെ അവസാനം പറഞ്ഞതാണ് വകാനൽ ഇൻസാനു അജൂല, മനുഷ്യന് തിരക്ക് പിടിച്ച, ധൃതി പിടിച്ചൊരു പ്രകൃതി മനുഷ്യനുണ്ട്. അതുകൊണ്ട് നന്മകൾ അള്ളാഹു സ്വീകരിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോകരുത്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികൂലമായി ദ്വാരക്കാൻ മനസ്സ് വരും, പക്ഷെ പിടിച്ചു വെക്കണം. ആപത്ത് സംഭവിക്കുമ്പോ, ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോ, ദുസ്വഭാവം കാണുമ്പോഴൊക്കെ നന്മ ദ്വാരക്കും പോലെ തിന്മ കൊണ്ടും ദ്വാർന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ട് വാങ്ങരുത്. നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതാ? നന്മയുടെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, നബിയെ തങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിച്ച ഈ വിഭാഗക്കാര്, അവർക്ക് എന്തെങ്കിലും തങ്ങളൊന്നും എതിരായി? ഇല്ല, തങ്ങളൊന്നും എതിരായതായിരുന്നില്ല. കണ്ടീഷൻസ് വെച്ചു നബി തങ്ങളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വിഷയങ്ങൾ എണ്ണി ചോദിച്ചു. സൂറത്തുൽ ഇസ്രാഇന്റെ അവസാന ഭാഗത്ത് അത് വരുന്നുണ്ട്. മക്കയിലെ ആളുകൾ ഒരുപാട് താല്പര്യങ്ങൾ എണ്ണി പറഞ്ഞു. അതൊക്കെ കൊണ്ടു തന്നാൽ വിശ്വസിക്കാമെന്ന്. അവസാനം പറഞ്ഞ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂല, നിങ്ങൾ മുകളിലേക്ക് കയറണം. ആകാശത്തേക്ക് ഒരു കോണിയിൽ കയറിയിട്ട് അല്ലാഹു തആലാനെയും മലക്കുകളൊക്കെ ഇങ്ങനെ നേർക്ക് നേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സാക്ഷ്യപ്പെടുത്തി തരണം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അല്ലാഹു തആലാക്ക് കഴിവ് കുറവൊന്നുമില്ല. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ തങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കാം. അവർ ചോദിച്ച തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ,
അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളെല്ലാം കൊടുത്തേക്കാം. പക്ഷേ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുൻഗാമികൾക്ക് ശിക്ഷ നൽകിയതുപോലെ ശിക്ഷ നൽകും. അപ്പൊ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ വേണ്ട, ആ ആവശ്യങ്ങളൊന്നും അവർക്ക് നിറവേറ്റി കൊടുക്കണ്ട. കാരണം അവർ വിശ്വസിച്ചില്ലെങ്കിൽ മുൻകാലത്തുള്ള ആളുകൾക്ക് നീ കൊടുത്ത നാശം പോലെ എന്റെ ഉമ്മത്ത് നശിക്കുന്ന കണ്ടു നിൽക്കണ്ടേ, അതിനാവൂല, അത് വേണ്ട എന്ന് തങ്ങൾ പറഞ്ഞ ആ കാര്യം വേണ്ടാന്ന് വെച്ചത്. അല്ലെങ്കിൽ എത്ര എളുപ്പമായിട്ടുണ്ടാകും അവർ ചോദിച്ച കാര്യങ്ങൾ കൊടുക്കാൻ. അതുകൊണ്ട് തിരക്ക് കൂട്ടരുത്. ഖുർആൻ സ്വീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞു, വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി യുഖ്ളാ ഇലൈക വഹ്യു. വഹ്യ് തീരുന്നതിന്റെ മുമ്പ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹ്യ് പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് തങ്ങൾ ധൃതിപ്പെട്ട് ഖുർആൻ പെട്ടെന്ന് ഓതി നോക്കണ്ട. മറന്നുപോകൊന്നുമില്ല, അങ്ങനെ തങ്ങൾ മറക്കുന്ന വിഷയമൊന്നുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതി തന്നാൽ അത് തങ്ങളെ ഖൽബിൽ അങ്ങ് സ്ഥിരപ്പെടും, പിന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുന്നുണ്ടോ, എന്നാ തങ്ങൾ റബ്ബി സിദ്നി ഇൽമ എന്ന ദുആ എപ്പോഴും അധികരിപ്പിച്ചാൽ മതി. തിരക്ക് കൂട്ടരുത്. വഹി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ട് ആ വഹിയെ ഓർമ്മിക്കാൻ വേണ്ടി നാവിങ്ങനെ അനക്കുമ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ധൃതി കാണിച്ചുകൊണ്ട് തിരക്ക് കൂട്ടിയിട്ട് നബിയെ നാവനക്കരുത്. എന്തേ? തങ്ങളെ മനസ്സിൽ ഖുർആൻ നമ്മളങ്ങ് ഒരുമിച്ച് കൂട്ടിത്തരും, നമ്മളങ്ങ് ഓതിത്തരും ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. പിന്നെ മറന്നുപോകുന്ന വിട്ടുപോകുന്ന ഒരു വിഷയവും ഇല്ല. അതുകൊണ്ട് തിരക്കായി പോയിട്ട് മറന്നുപോയിട്ട് കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോകും എന്ന് തങ്ങൾ കരുതേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സാവകാശം ചെയ്യുക എന്നുള്ള ആശയം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചെടുത്ത് മഹാനവറുകൾ പറഞ്ഞു, തിരക്ക് മനുഷ്യനെ എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം തിരക്കുണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആദരണീയരായ സയ്യിദ് അവറുകളെത്തി മഹാനവറുകളുടെ നസീഹത്തും പ്രാർത്ഥനയൊക്കെ നമ്മുടെ മജ്‌ലിസിലുണ്ടാകും. കഴിഞ്ഞ വർഷവും മറ്റുമൊക്കെ നമ്മുടെ സദസ്സിൽ വന്ന് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി നിർദ്ദേശങ്ങൾ തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത പരിപാടികളിൽ സംബന്ധിച്ച് വിശുദ്ധ ദീനിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് എന്നേക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് ധാരാളം ഏറ്റി കൊടുക്കട്ടെ. അവരുടെ ഉപ്പാപ്പമാര്, മറ്റു കുടുംബങ്ങളിൽ നിന്ന് വഫാത്തായി പോയ സയ്യിദുമാർ, സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരുടെ മക്കള്, കുടുംബക്കാര് എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞ ആ വിഷയം കൂടി പറഞ്ഞ് ഒറ്റ പോയിന്റിൽ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോ ശൈത്താന് വന്നു. ശൈത്താന്മാരൊക്കെ വന്നിട്ട് ഇബ്ലീസിന്റെ അടുത്ത്, നേതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രതിമകളൊക്കെ തലകുത്തി മറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സംഭവം ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. അവരാരും തെരഞ്ഞിട്ട് കാണാത്തതുകൊണ്ട് നേതാവ് ഇബ്ലീസ് നേരിട്ട് പോയി എല്ലാ ഭാഗത്തും ഇങ്ങനെ പറന്നു നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതാണത്. മലക്കുകളൊക്കെ ചുറ്റും വലയം ചെയ്തിട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് അവിടെ അടുത്തേക്ക് പോകാൻ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോകാനൊന്നും ഇബ്ലീസിന് സാധിച്ചില്ല. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ജനിച്ചത് ഒരു നബിയാണ്. ഇവിടെ ഏത് പെണ്ണുങ്ങൾ ഗർഭം ധരിച്ചാലും ഞാനത് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാത്തൊന്നുമില്ല. പക്ഷെ ഇത് നമുക്കൊരു നിരാശയാണ്, നമ്മുടെ കാര്യങ്ങളൊന്നും ഇനി പെട്ടെന്ന് നടക്കൂല എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, യഅ്തു ബനി ആദമ മിൻ ഖിബലിൽ അജലതി വൽ ഖിഫ. മനുഷ്യരെ നിങ്ങൾ സമീപിക്കേണ്ടത് തിരക്ക് കൂട്ടിയിട്ടാണ്. പല കാര്യങ്ങളിലൊക്കെ തിരക്ക് കൂട്ടിക്കൊടുക്കും, എന്നാ പിന്നെ നന്മകൾക്കൊന്നും സ്വീകാര്യത കിട്ടൂല. മറ്റൊന്ന്, ഇളവുകൾ സ്വീകരിക്കുന്ന ആളുകളാക്കി മാറ്റും. ഇളവുകൾ കിട്ടുന്ന ചാൻസുകളൊക്കെ സ്വീകരിച്ച് പ്രയാസങ്ങളുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്നവരാക്കി. അപ്പോഴും വലിയ പദവികളിലേക്ക് കയറാൻ കഴിയൂല. അപ്പൊ തിരക്ക് കൂട്ടുക എന്നുള്ളത് അവന്റെ ഒരു പരിപാടിയാണ്.
ആ ഒരു പ്രകൃതിയിൽ നിന്ന് മാറിയിട്ട് സാവകാശം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാവധാനത്തോടെ ചെയ്ത് സ്വീകരിക്കേണ്ട മാർഗങ്ങളിൽ അള്ളാഹുവിലേക്ക് ചെയ്തുകൊണ്ട് മുന്നേറുക. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു തആല ഖബൂലാക്കി തരട്ടെ. ചെയ്തവരുടെ പ്രാർത്ഥനയും നസീഹത്തൊക്കെ ഉണ്ടാകും. ഈ ചർച്ച, ഇന്നത്തെ ഈ ആയത്തിന്റെ വിശദീകരണം ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള വിശദീകരണങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ തുടരും. വിശുദ്ധ ഖുർആൻ യഥാവിധി പഠിക്കാനും പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു ജല്ല ജലാലുഹു നമുക്കും നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് അല്ലാഹു ദായിമാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.